മുമ്പാണ് നമ്മുടെ UPSC നോട്ടിഫിക്കേഷൻ വന്നത്. നമുക്ക് ജനുവരി 14 വരും എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ പിന്നെയും ഒരു കുറച്ച് ദിവസങ്ങൾ തള്ളി ഫെബ്രുവരി 4 നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ പൊതുവെ UPSC ജേണലിലുള്ള ആൾക്കാർക്ക് നെഞ്ചിൽ വീണ്ടും ഒരു ഹാർട്ട് ബീറ്റ് കൂടുന്ന ഒരു ടൈം പീരീഡാണ്. കാരണം ആ റിയാലിറ്റിയെ നമ്മൾ വീണ്ടും കാര്യമായി ഓർമ്മിപ്പിക്കുന്ന ഒന്നാണല്ലോ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊന്ന് കൃത്യം കണക്കെടുത്തു കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് വീക്ക്, അതായത് ഇപ്പൊ സാറ്റർഡേ ആയി, നെക്സ്റ്റ് വീക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കൃത്യം 100th ഡേ ആണ് നമ്മുടെ UPSC പ്രിലിംസ് എക്സാമിനേഷൻ വരുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ കൃത്യം 100 ദിവസങ്ങളാണുള്ളത്. അതായത് തിങ്കൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡബിൾ ഡിജിറ്റ്സിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു ടൈം പീരീഡ് നമുക്ക് ഏറ്റവും എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? കാരണം നമ്മൾ ഇത്രയും നാൾ നിങ്ങൾ ഇതിനു വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ചില ആൾക്കാർ കഴിഞ്ഞൊരു വർഷമായിട്ട് അല്ലെ അതിന് മുമ്പത്തെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്ത് ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമ്മൾ അത്തരത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർക്ക് ചെയ്തതിന്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കേണ്ടതും അതിനെ നമ്മുടെ പെർഫോമൻസിലേക്കൊക്കെ മാറ്റേണ്ടതും ആ ഒരു ടൈം പീരീഡ് ആണ് ഈ വരുന്ന 100 ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് ഈ 100 ഡേയ്സ് നമുക്ക് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഈ 100 ഡേയ്സ്, അവസാനത്തെ 100 ഡേയ്സ് ഒരേപോലെ ക്രൂഷ്യൽ ആണെങ്കിലും നമുക്ക് ഏറ്റവും കൺഫ്യൂസിങ് ആയ ടൈം പീരീഡ് കൂടിയാണ് ലാസ്റ്റ് 100 ഡേയ്സ്. കാരണം നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്തെ പോലെയല്ല. ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറെ കണ്ടന്റ് ഉണ്ട്. വി നോ മോർ അബൌട്ട് ദിസ് എക്സാമിനേഷൻ. ഈ എക്സാമിനേഷൻ എന്താണ്, എങ്ങനെയാണ്, എത്ര പഠിക്കാനുണ്ട്, എന്തൊക്കെയാണ് ഇതിലുള്ള ചതിക്കുഴികൾ, എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം നമുക്കറിയാം. പക്ഷേ ഇതെല്ലാം കൂടി എങ്ങനെ 100 ഡേയ്സിൽ എഫക്റ്റീവായി ചെയ്യുമെന്നുള്ള കാര്യം പലർക്കും ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. അപ്പൊ അതാണ് നമ്മുടെ ഈ വെബിനാറിന്റെ ബേസിക് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇനിയുള്ള 100 ഡേയ്സ് എങ്ങനെ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാമെന്ന് ഒരു സ്ട്രക്ചേർഡ് ആയി അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവായി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞ ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, യൂഷ്വലി മോസ്റ്റ് ഓഫ് യു മൈ ബി ഗോയിങ് ത്രൂ, എന്നാലും മെജോറിറ്റി ഓഫ് ആസ്പിറൻസും കടന്നു പോകുന്ന ഈ ഒരു 100 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ദിസ് 100 ഡേയ്സ് ഈസ് ഓഫ് കൺഫ്യൂഷൻ. ഒരുപാട് കൺഫ്യൂഷൻസ്, ഒരുപാട് സംശയങ്ങൾ നിറഞ്ഞ 100 ദിവസങ്ങളായിരിക്കും ഈ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ഇത്രയും വാസ്റ്റ് ആയ കണ്ടന്റ്, നിങ്ങൾ അതിൽ കൂടെ പലതിൽ കൂടെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടാവും, ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും. ഇത് മുഴുവൻ പഠിച്ചു തീർക്കണം. നമ്മൾ എത്ര പഠിച്ചാലും ഞാനത് പഠിച്ചു എന്ന് പറഞ്ഞ കോൺഫിഡൻസ് പൊതുവെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ നമുക്ക് ആ കോൺഫിഡൻസ് വരുന്ന വരെ നമുക്ക് അതേ ടോപ്പിക് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമുണ്ടോ? അതില്ല. വി ഷുഡ് ബി മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അപ്പൊ ഇത് എങ്ങനെ ടൈം അലോക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ കണ്ടന്റ് കവർ ചെയ്ത് തീർക്കും? അതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ കാര്യം. അതായത് UPSC പറയുന്ന പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി പോലുള്ള എല്ലാ സബ്ജക്ട്സും അതിനുള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. NCERTs ഉണ്ട്, ധാരാളം സ്റ്റാൻഡേർഡ് ബുക്സ് ഉണ്ട്, എവിടെ തിരിഞ്ഞാലും കണ്ടന്റ് മെറ്റീരിയൽ കിട്ടാനുണ്ട്. ഇതൊക്കെ എങ്ങനെ പഠിച്ചു തീർക്കും? സോ ടു മച്ച് കണ്ടന്റ് ടു കവർ. അപ്പൊ ഇത്രയും കണ്ടന്റ് കവർ ചെയ്യാനുള്ളത് എങ്ങനെ നമ്മൾ പഠിച്ചു തീർക്കും എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ നിങ്ങൾ പലർക്കും ഉണ്ടാവും. അങ്ങനെ നമ്മൾ തീരുമാനിച്ചു ഈ കണ്ടന്റ് ഞാൻ പഠിച്ചു തീർക്കും, അതിന് നമ്മളൊരു ഷെഡ്യൂളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ ടെസ്റ്റ് സീരീസ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു വീക്കിൽ ഇത്ര പോർഷൻ പഠിച്ചിട്ട് ടെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കും. എന്നിട്ട് നമ്മൾ ഇത്ര ടെസ്റ്റ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുകയും ചെയ്യും. എന്നിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഷെഡ്യൂൾ കീപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവന്റ് നമ്മുടെ പ്രിപ്പറേഷൻ ഇടയിൽ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മൊത്തത്തിലൊരു സ്ട്രാറ്റജി ഒക്കെ തെറ്റിപ്പോകുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരാറുണ്ട്. സോ അങ്ങനെ വെൻ യു ഗോ ഫോർ ദി മേക്ക് എ ഷെഡ്യൂൾ ആൻഡ് ഗോ ഫോർ ഇറ്റ്, പലപ്പോഴും നമുക്ക് ആ ഷെഡ്യൂൾ കീപ്പ് ചെയ്ത് പോകാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. യു മൈറ്റ് ഫാൾ ബിഹൈൻഡ് ദി ഷെഡ്യൂൾ. അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ തീരുമാനിച്ച ടോപ്പിക്സ് പഠിച്ചു തരുന്നില്ല. ഇപ്പൊ സാറ്റർഡേ വരെ പഠിച്ച് സൺഡേ ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റർഡേ വരെ നമ്മൾ പഠിക്കാൻ തീരുമാനിച്ച ടോപ്പിക്സ് തീരുന്നില്ല. അത് നമ്മുടെ രണ്ടാമത്തെ വലിയ ടെൻഷനാവും. മൂന്നാമത്തത്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കുറെ പേരുടെ വില്ലനായി മുഖത്ത് വരുന്ന ഒരാളാണ് CSAT എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ CSAT എന്ന് പറയുന്നതിനെയും GS എന്ന് പറയുന്നതിനെയും എങ്ങനെ ബാലൻസ് ചെയ്യും? CSAT എന്ന് പറഞ്ഞ സബ്ജക്ട് നമുക്ക് പഠിച്ചു തീർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രാക്ടീസ് വേണം, നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റണം. ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, നമ്പർ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ പെർമുറ്റേഷൻ കോമ്പിനേഷൻ ഉണ്ട്. ഇതിൽ ചിലത് നമുക്ക് ക്ലിക്ക് ആവുന്നു, ചിലത് ക്ലിക്ക് ആവുന്നില്ല. ഇതെങ്ങനെ ബാലൻസ് ചെയ്യും? എത്ര ടൈം CSAT കൊടുക്കണം? GS ടോപ്പിക് പഠിക്കുമ്പോഴും മനസ്സിലെന്തായിരിക്കും? CSAT പറ്റിയായിരിക്കും ചിന്ത. അപ്പൊ CSAT ഡെയിലി പഠിക്കണോ, വീക്കിലി പഠിച്ചാൽ മതിയോ, അതോ ഇനി പഠിക്കേ വേണ്ടേ? അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. GS കോർ ടോപ്പിക്സ് എന്ന് പറയുന്ന ഹിസ്റ്ററി, ജോഗ്രഫി പോലുള്ള ബേസിക് കണ്ടന്റ് നമ്മൾ പഠിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അപ്പുറത്ത് വേറൊരാൾ ഒന്നും കൂടി ഉണ്ട്, അതാണ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് യു മസ്റ്റ് ബി മേ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ദി കമ്പൈലേഷൻസ്, അല്ലെ? ഒരുപാട് കമ്പൈലേഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് അതിലായിരിക്കും നോക്കുന്നുണ്ടാവുക. ഒരു കമ്പൈലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മന്തിലെ കമ്പൈലേഷൻ അറ്റ് ആവറേജ് ഒരു 100 പേജസ് ഉണ്ടാവും. നമ്മളൊരു 10 മാസത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പറഞ്ഞാൽ 1000 പേജസ് ഉണ്ട്. ഈ 1000 പേജസ് വായിച്ചു തീർക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് അത് പഠിക്കുക എന്നുള്ളത്. തേർഡ്ലി, പഠിച്ചു കഴിഞ്ഞത് ഓർമ്മ വയ്ക്കുക എന്നുള്ളത്. കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യും? കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം?
ദെൻ മനസ്സിൽ വരുന്ന മറ്റൊരു ത്രെറ്റ് ഫോമോ. ഫോമോ എല്ലാവർക്കും അറിയായിരിക്കും. എന്താ ഫോമോ? ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ബാക്കിയുള്ളവർ ഒരുപാട് പഠിക്കുന്നുണ്ട്, ഞാൻ അതൊക്കെ പഠിക്കുന്നുണ്ടോ? ഒരു ടെസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ടെസ്റ്റിൽ 10 ചോദ്യങ്ങൾ എനിക്കൊരു പരിചയമില്ലാത്ത വാക്കുകൾ. ഞാൻ പഠിക്കുന്നത് ശരിയല്ലേ? ഇനി ഞാൻ ആ കണ്ടന്റ്, ആ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ പഠിക്കാത്തതുകൊണ്ടാണോ? നമുക്കറിയാം, നമ്മൾ ലൈക്ക് ബേസിക് ആയി പഠിക്കണം എന്ന് പറയുന്ന എല്ലാ ബുക്കുകളും ഒരുപക്ഷെ എല്ലാവരും വായിച്ചു തീർന്നിട്ടുണ്ടാവില്ല. NCERT മുമ്പ് വായിച്ചായിരിക്കും, NCERT ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. സോ യു മൈറ്റ് ബി ഹാവിംഗ് ദ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അതായത് ബാക്കിയുള്ളവർ പഠിക്കുന്ന എല്ലാ കാര്യം നമ്മൾ പഠിച്ചു തീർന്നില്ലേ, ആ ഒരു ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടാവും. പിന്നെ ഈ ഒരു ടൈം പീരീഡിൽ എല്ലാവരും എന്തായാലും ടെസ്റ്റ് സീരീസ് എഴുതി തുടങ്ങിയിട്ടുണ്ടാവും. സോ ആ ടെസ്റ്റ് സീരീസ് എഴുതുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് യു അല്ലെങ്കിൽ മെനി പീപ്പിൾ മൈറ്റ് ബി സ്റ്റക്ക് ഇൻ എ പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് മാർക്സ്. ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് മാർക്സിൽ ഇങ്ങനെ പെട്ട് കിടക്കായിരിക്കും. അതായത് UPSCയുടെ കട്ട് ഓഫ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നോക്കുമ്പോൾ ബിലോ 100 എന്ന രീതിയിലാണ് വരുന്നത്. എന്നാലും നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞു കോൺഫിഡന്റ് ആയിട്ട് മെയിൻസിന്റെ പ്രിപ്പറേഷൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 100 മാർക്കിന് അടുത്ത് വരണം, അല്ലെ? വി ഷുഡ് ബി ഗെറ്റിംഗ് അറൌണ്ട് 100 മാർക്സ്. ഈ 100 മാർക്സ് എന്നുള്ളൊരു ബെഞ്ച് മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റുകളിലേക്ക് പലരും പോവുക. പക്ഷേ മോസ്റ്റ് പീപ്പിൾ ഗെറ്റ് സ്റ്റക്ക് ബിറ്റ്വീൻ അറൌണ്ട് ഒരു 60 to 80 മാർക്സ്, സംടൈംസ് ജസ്റ്റ് അബവ് 80, ഒരു 80-85 വരെ ഒക്കെ പോയിട്ട് ഒരു 60 to 85 എന്ന് പറയാം. ഈ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യും? സ്റ്റക്കായി കിടക്കും. 85 എന്ന് പറയുമ്പോൾ അത്ര മോശം സ്കോർ അല്ല, പക്ഷെ എന്നാലും അത് നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന സ്കോർ അല്ല. നമ്മൾ റിപ്പീറ്റഡ്ലി 100+ അടിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഈ 60 to 85 പെട്ട് കിടക്കുകയാണ്. ഇതിനി 3 മാസവും ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ പ്രിലിംസിന് പോകുമ്പോഴും ഒരുപക്ഷെ ഇതേ അവസ്ഥ വന്നാലോ? അതാണ് മറ്റൊരു ചിന്ത. ആൻഡ് ഫൈനലി ബ്രേക്സ് ഇൻ സ്റ്റഡി റിതം. നമ്മളൊരു റിതം കണ്ടുപിടിച്ച് ഇത്ര പഠിക്കണം, ഇങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു മോട്ടിവേഷൻ, മേ ബി ഒരു ടോപ്പേഴ്സ് ടോക്കോ അല്ലെങ്കിൽ മെന്ററിന് അടുത്തുനിന്നോ ഒരു മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ മോട്ടിവേഷനെ പുറത്ത് നമ്മൾ പഠിച്ചു തുടങ്ങും. പക്ഷേ ഒരു 4-5 ദിവസത്തിന് മേലെ ആ മോട്ടിവേഷന്റെ ഫ്യൂൽ അവിടെ കത്തിത്തീരും. സോ നമ്മുടെ സ്റ്റഡി റിതം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാത്ത അവസ്ഥയും വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസും ടെൻഷൻസും നിറഞ്ഞൊരു ടൈം പീരീഡ് ആണ് ഈ ടൈം പീരീഡ്. നമ്മൾ യൂഷ്വലി എല്ലാവരിലും കുട്ടികളെ കാണുന്നതാണ്. ടൈം പീരീഡ് ആണ് ഈ ടൈം പീരീഡ്. ഈ ടൈം പീരീഡ് ഇടയിലാണ് നമുക്ക് മറ്റൊരു ചിന്ത കൂടി വരിക, എസ്പെഷ്യലി ഇഫ് യു ആർ യങ്. ഈ ഒരു അറ്റംപ്റ്റ് ചുമ്മാ കൊടുത്തിട്ട് അടുത്ത അറ്റംപ്റ്റ് ഞാൻ പിടിക്കാം. കാരണം ഇനി ഒരു 8 മാസം 10 മാസം അല്ലെങ്കിൽ ഒരു വർഷം കൂടി കയ്യിലുണ്ട്. ആ ഒരു വർഷം ഇപ്പൊ എനിക്കൊരു തെറ്റുകളൊക്കെ മനസ്സിലായി. ആ തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ട് ഞാൻ ഇനി അടുത്ത വർഷം ഞാനൊരു എഴുതി എക്സാം എഴുതി ക്ലിയർ ചെയ്യുന്ന ഒരു ചിന്തയും കൂടി വരും. അപ്പൊ അതും കൂടി വന്നു കഴിയുമ്പോൾ ബേസിക്കലി എന്തായിരിക്കും? ഇത് മൊത്തത്തിൽ നമ്മളൊന്ന് സ്ലോ ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും എന്നല്ല പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറച്ച് പേരെ മനസ്സിലൊക്കെ ഇത് വന്നു തുടങ്ങിയിട്ടുണ്ടാവും. കാരണം ഇത് ലോട്ട് ഓഫ് പീപ്പിൾ പറയുന്നതാണ്. അപ്പോ ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടില്ല, അല്ലെങ്കിൽ ക്ലിയർ പാത്ത് കിട്ടാത്തത് കൊണ്ടാണ്. നമുക്ക് ഡെസ്റ്റിനേഷൻ അറിയാം, എന്താണ് എവിടെയാണ് എത്തേണ്ടതെന്ന് അറിയാം. പക്ഷെ അത് എത്താനുള്ള വഴിയുടെ കേസിൽ പലരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അല്ലെങ്കിൽ അതിലേക്ക് പോകാൻ ഒരു വെളിച്ചം നമുക്ക് കൃത്യമായിട്ട് കാണുന്നില്ല, ഒരു പാത്ത് നമുക്ക് കാണുന്നില്ല. ഒരു പാത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് നടക്കാൻ പറ്റും, അല്ലെ? ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കാൻ പറ്റും. പക്ഷെ ആ പാത്ത് പലർക്കും കിട്ടാത്തതാണ് ഇത്രയും കൺഫ്യൂഷന്റെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് സ്ട്രക്ചേർഡ് ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് ഈ ഒരു 100 ദിവസം വളരെ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോൾ അത് എങ്ങനെ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ബേസിക്കലി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള 100 ദിവസം ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യമേ നമ്മൾ ഉറപ്പിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലൊന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കി വെക്കാനുണ്ട്. അപ്പോൾ ആ 100 ദിവസത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഞാനൊന്ന് കുറച്ച് പോയിന്റ്സ് ഒന്ന് പറയാം. ഓക്കെ, സോ ആ 100 days ഓഫ് കൺഫ്യൂഷനിലേക്ക് നമുക്കിനി പോകണ്ട. നമുക്കിനി പോകേണ്ടത് 100 days ഓഫ് ക്ലാരിറ്റിയിലേക്കാണ്. ആ ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ ഗ്രോത്ത് ഉള്ള ആ ഒരു 100 daysലേക്കാണ് നമ്മൾ പോകേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് ഹാവ് എ 100 days എഫക്റ്റീവ് ആക്ഷൻ പ്ലാൻ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ 100 days എഫക്റ്റീവ് ആക്ഷൻ പ്ലാൻ വേണമെന്ന് ഞാൻ പറയില്ല. ആ പ്ലാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് എഫക്റ്റീവ് ആക്ഷൻ പ്ലാൻ എന്ന് ഞാൻ പറയാൻ കാരണം, ഒന്നാമത്തെ കേസ്, ഈ പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പ്ലാൻ ആയിരിക്കണം. അതായത് നമ്മളെ കൊണ്ട് പഠിച്ചു തീർക്കുവാൻ പറ്റുന്ന പ്ലാൻ ആണെങ്കിൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. എന്നാലേ മാത്രമേ 100 days ഈ പ്ലാൻ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഒരു 100 days എഫക്റ്റീവ് ആക്ഷൻ പ്ലാൻ നമുക്ക് വേണം. ആ ആക്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇറ്റ് ഷുഡ് ബി വെരി മച്ച് അലൈൻഡ് ടു ദി ഡിമാൻഡ് ഓഫ് UPSC. അതെങ്ങനെയാന്ന് നമുക്ക് കാണാം. ഈ 100 days ആക്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ 100 ദിവസം കൊണ്ട് നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ മാത്രമാവരുത്. അതിനെ ഡെയിലി, മന്ത്ലി, വീക്ക്ലി എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റണം.
ഇപ്പൊ 100 ദിവസം എന്ന് പറയുമ്പോൾ വി ഗെറ്റ് ജസ്റ്റ് അബൌട്ട് 3 months അല്ലേ? അപ്പൊ ഒരു മന്തിൽ എന്തൊക്കെ ചെയ്യണം, ഒരു വീക്കിൽ എന്തൊക്കെ ചെയ്യണം, അപ്പൊ ഒരു ഡേയിൽ എന്തൊക്കെ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ മുകളിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴേക്ക് പോരണം. 100 days നമ്മൾ എന്ത് ചെയ്യുന്നു, മന്ത്ലി ബ്രേക്ക് ചെയ്യുന്നു, മന്ത്ലി ബ്രേക്ക് ചെയ്തിട്ട് വീക്ക്ലി ബ്രേക്ക് ചെയ്യുന്നു, വീക്ക്ലി ബ്രേക്ക് ചെയ്തിട്ട് അത് ഡെയിലി ബ്രേക്ക് ചെയ്യുന്നു. ഈ ഡെയിലി ബ്രേക്ക് ചെയ്ത് ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ടന്റ് പഠിക്കുന്ന കാര്യത്തിലാണ് നമ്മൾ പറയുന്നത്. ഈ കണ്ടന്റ് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ അത് എന്ത് ചെയ്യണം, ടെസ്റ്റ് എടുക്കണം. ഈ ടെസ്റ്റിന്റെ കേസിൽ പലർക്കും കൃത്യമായിട്ടൊരു എണ്ണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ പോവാറുണ്ട്. എത്ര ടെസ്റ്റ് എടുക്കണം, ഒരുപാട് ടെസ്റ്റ് എഴുതുന്നതാണ് ബെനിഫിഷ്യൽ എന്ന്. ലൈക്ക് ടെസ്റ്റ് എഴുതുന്നത് ഒബ്വിയസ്ലി നല്ലതാണ്, പക്ഷെ ഒരുപാട് ടെസ്റ്റ് മാത്രം എടുത്തുകൊണ്ടിരുന്നാൽ ബേസിക്കലി നമ്മുടെ കോർ കോൺസെപ്റ്റ്സ് വളരെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ടെസ്റ്റിന്റെ ഫ്രീക്വൻസി ഒപ്റ്റിമം ആയിരിക്കണം. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടെസ്റ്റ് മാത്രമല്ല, നിങ്ങൾ എത്ര ദിവസത്തെ ഗ്യാപ്പിലാണ് ടെസ്റ്റ് എടുക്കുന്നത്, എങ്ങനെയാണ് ടെസ്റ്റ് എടുക്കുന്നത്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമേ, ജസ്റ്റ് നമുക്കൊരു ജനറലി പറയാം. ആൻഡ് ഫോർത്ത്ലി, നിങ്ങളുടെ മനസ്സിലേക്ക് വേണ്ടത് ഇനി 100 ദിവസമാണ് ഉള്ളത്, ലിമിറ്റഡ് ടൈം ആണ്. അപ്പോൾ ഇനി ഒരുപാട് കണ്ടന്റ് എക്സ്പ്ലോർ ചെയ്യുവാൻ നമുക്ക് സമയമില്ല. കണ്ടന്റ് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ പോകും തോറും അത് കൺസോൾഡേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം യു വിൽ ബി ഏബിൾ ടു റീഡ് ലോട്ട് ഓഫ് കണ്ടന്റ്, കാരണം ഒരുപാട് ഡേറ്റ അവൈലബിൾ ആണ്. ഇത് പക്ഷെ ഒരു പ്രാവശ്യം വായിച്ചത് കൊണ്ട് നമുക്കൊരു യൂസും ഇല്ല. ഒരു പ്രാവശ്യം നമ്മൾ വായിച്ചത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ എഫക്റ്റീവായത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെ എഫക്റ്റീവായി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടന്റിന്റെ പുറകെ നമ്മൾ പോയി ലൈക്ക് ഒരുപാട് ഡയറക്ഷൻലെസ് ആയി പോകുന്നേക്കാൾ ബെറ്റർ നമ്മുടെ കയ്യിലുള്ള കോർ കോൺസെപ്റ്റ്സിനെ കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, പൊളിറ്റി ആയിക്കോട്ടെ, കോർ കോൺസെപ്റ്റിനെ കൺസോളിഡേറ്റ് ചെയ്യണം. എങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യണം? പരമാവധി റിവിഷൻസ് പോയി, റിവിഷൻ പോവാവുന്ന രീതിയിൽ മെറ്റീരിയൽസ് ഉണ്ടാക്കി, വീണ്ടും വായിച്ച്, ടെസ്റ്റ് എഴുതി, റിഫൈൻ ചെയ്ത്, അങ്ങനെ. സോ കൺസോളിഡേഷൻ ആണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. അതായത് നമ്മുടെ ഉള്ള ബേസിക് കണ്ടന്റിനെ വീണ്ടും വായിച്ച് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത്. ഒരുപാട് എക്സ്പ്ലോറേഷനിലേക്ക് നമ്മൾ പോകണ്ട എന്നുള്ളത്. ദെൻ പ്ലീസ് കീപ് ഇൻ മൈൻഡ്, കോർ ടോപ്പിക്സ് ആർ സിഗ്നിഫിക്കന്റ് ദാൻ കറണ്ട് അഫയേഴ്സ്. ഞാനത് പറയുന്നത് കറണ്ട് അഫയേഴ്സിനെ ചെറുതാക്കി കാണിക്കുവാനോ കറണ്ട് അഫയേഴ്സ് പഠിക്കണ്ടാന്നോ എന്ന അർത്ഥത്തിലല്ല. പലർക്കും എന്താ വെച്ചാൽ കോർ ടോപ്പിക്സ് നമ്മൾ ലൈക്ക് നിങ്ങൾ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും, പലതവണയായിട്ട് നിങ്ങൾ വായിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, റിവൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. സോ കോർ ടോപ്പിക്സിന്റെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇപ്പൊ എല്ലാ സബ്ജക്ട്സിലെയും ബേസിക് ആയ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അറിയാവുന്ന ഭാഗം ലക്ഷ്മികാന്താണ്. ലക്ഷ്മികാന്തിന്റെ എസ്പെഷ്യലി ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയാമ്പിൾ തൊട്ട് മേ ബി നമ്മളുടെ ആ ഒരു DPSP കഴിഞ്ഞ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കഴിഞ്ഞിട്ടുള്ള ഭാഗം വരെ, ബേസിക് സ്ട്രക്ചർ വരെ, അത് എന്തുകൊണ്ടാണ് നമുക്ക് അത്ര നന്നായിട്ട് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്കവണയും പഠിച്ചു തുടങ്ങുമ്പോൾ അവിടെ വരെ എത്തുള്ളൂ. അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചിലപ്പോൾ അത് ബ്രേക്ക് ആയി നമുക്ക് ടെൻഷൻ, നമ്മൾ അടുത്ത സബ്ജക്റ്റിലേക്ക് പോകും, വീണ്ടും നമ്മൾ പൊളിറ്റി തുടങ്ങും, വീണ്ടും ഇവിടെ വരെ എത്തും. അപ്പൊ അങ്ങനെ ചില ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ലൈക്ക് നമുക്ക് അറിയാമായിരിക്കും. സോ അത് നമുക്ക് അറിയാം, മൾട്ടിപ്പിൾ ടൈം നമ്മൾ വായിച്ചിട്ടുണ്ട്, നമുക്കത് അൺലേൺ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കത് ബേസിക്കലി അറിയാം. കറണ്ട് അഫയേഴ്സ് ആണ് എനിക്കൊന്നും അറിയാത്തത്, നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ പുറകെ ഒരുപാട് ടൈം കൊടുക്കും. കറണ്ട് അഫയേഴ്സിന് ഒരുപാട് ടൈം കൊടുക്കരുത്. കോർ കോൺസെപ്റ്റ്സിനായിരിക്കും എപ്പോഴും നമ്മുടെ ലൈക്ക് മെയിൻ ഫോക്കസ് കൊടുക്കേണ്ടത്. ദെൻ ടെസ്റ്റ് എഴുതുന്ന സമയത്തും ഈ കോർ കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ടും നമ്മൾ ലൈക്ക് യു വിൽ ബി ഗോയിങ് ടു ദിസ് 100 days, യു വിൽ ബി റൈറ്റിംഗ് എ പർട്ടിക്കുലർ നമ്പർ ഓഫ് ടെസ്റ്റ്. ഞാൻ പറയാം അത് എങ്ങനെയാണ്, എത്ര എണ്ണം വേണം എന്നുള്ളതൊക്കെ. അപ്പൊ അത്തരം ടെസ്റ്റുകൾ നമ്മൾ എഴുതുന്ന സമയത്ത് ആ ടെസ്റ്റ് എഴുതുക എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച കണ്ടന്റ് നിങ്ങളുടെ മനസ്സിലുണ്ട് ചെക്ക് മാത്രമല്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് ചെക്കിംഗ് വെദർ യു നോ ദാറ്റ് കണ്ടന്റ്, നിങ്ങൾ ആ കണ്ടന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യം മാത്രമല്ല. ഇത് ഓരോ ടെസ്റ്റും വി ആർ മൂവിങ് 1 step ക്ലോസർ ടു ദി UPSC പ്രിലിംസ് എക്സാമിനേഷൻ. അപ്പൊ UPSC പ്രിലിംസ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് വ്യക്തമായ ധാരണ വേണം. നിങ്ങൾ എങ്ങനെയാണ് എക്സാമിനേഷൻ ഡേറ്റ് May 24th ആകുമ്പോഴേക്കും നിങ്ങൾ മനസ്സിൽ വ്യക്തമായ ധാരണ വേണം. നിങ്ങൾ എങ്ങനെയാണ് എക്സാമിന് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്, എത്ര അറ്റംപ്റ്റ് കൊടുക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, എത്ര റൗണ്ട് വായിച്ചിട്ടാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെ നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ലൈക്ക് കംഫർട്ടബിൾ ആയിട്ട് വായിച്ചു തീർക്കുവാൻ പറ്റുന്നത്. അങ്ങനെ UPSC പ്രിലിംസ് എക്സാമിനേഷൻ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു എക്സാമിനേഷൻ സ്ട്രാറ്റജി വേണം. ഈ സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴാണ്. മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ ലൈക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ലൈക്ക് ഒരു 2 റൗണ്ട് വായിച്ചിട്ടൊന്ന് എഴുതി നോക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഇത്രയാണ്, മാക്സിമം ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യണം, സെക്കൻഡ് റൗണ്ട് അതിൽ കുറച്ച്, തേർഡ് റൗണ്ട് ഏറ്റവും കുറച്ച്, അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ ഏറ്റവും കുറച്ച്, അങ്ങനെ തിരിച്ചിൽ ഓരോരുത്തർക്ക് ഓരോ സ്ട്രാറ്റജി ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ടൈം പീരീഡ് കൂടിയാണ് ഈ പറയുന്ന മോക്ക് ടെസ്റ്റിന്റെ ടൈം പീരീഡ് കേട്ടോ. അപ്പോ ലൈക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യേണ്ടി വരും, ട്രൈ ചെയ്യാം, ചിലപ്പോൾ അത് ഫെയിലർ ആവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ സ്ട്രാറ്റജി തെറ്റാണെന്ന്. അപ്പോ അത് ഫെയിലർ ആവുന്നത് ഇവിടെയാണ്, നിങ്ങൾ മോക്ക് ടെസ്റ്റ് സമയത്താണ്, അത് തെറ്റിക്കോട്ടെ. ദെൻ
UPSC സമയത്ത് നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് സ്ട്രാറ്റജി ആയിട്ട് നിങ്ങൾ പോകാൻ പാടുള്ളൂ. അപ്പൊ അതിന് വേണ്ട സ്ട്രാറ്റജി ബിൽഡിംഗ് കൂടി ഇവിടെ ചെയ്യണം. ദെൻ CSAT ടൈം അലോക്കേറ്റ് ചെയ്യണം. CSAT ഇസ് ഇമ്പോർട്ടന്റ്. ദെൻ ടെസ്റ്റ് എഴുതുന്നതിനേക്കാളും സിഗ്നിഫിക്കന്റ് ആണ് ടെസ്റ്റ് അനാലിസിസ്. നിങ്ങൾ എഴുതിയ ഓരോ ടെസ്റ്റിന്റെയും അനാലിസിസ്, ദാറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടന്റ്. ടെസ്റ്റ് അനാലിസിസ് എങ്ങനെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടാവും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി മൈൻഡ് സെറ്റ്. ഈ 100 ദിവസത്തേക്ക് നിങ്ങൾ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണം. മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നത് ഒന്നാമത്തെ ഏറ്റവും വലിയ കാര്യം, എന്താണ് ട്രൂത്ത് എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ ട്രൂത്ത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ട്രൂത്തിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. 100 ദിവസമേ ഉള്ളൂ. കുറച്ച് പണിയുണ്ട്, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ടെസ്റ്റ് എഴുതാനുണ്ട്. എന്റെ അവസ്ഥ ഇത്രയുമാണ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് എനിക്ക് ചെയ്യാനുള്ളത്. അതാണ് രണ്ടാമത്തെ കാര്യം. എനിക്കത് ചെയ്യാൻ പറ്റും, ഞാനത് ചെയ്യും. സോ ആ ഒരു മൈൻഡ് സെറ്റ് 100 ഡേയ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണം. കാരണം ഇത് 100 ഡേയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയുമ്പോൾ ചെറിയ കുറച്ച് സമയമുള്ളൂ എന്ന് തോന്നുമെങ്കിലും ഇറ്റ്സ് എ ലോങ് പ്രോസസ്. 3 മന്ത്സിന് മേലെ നിൽക്കുന്ന പ്രോസസ്സാണ്. ആ ഒരു 3 മന്ത്സിലും നിങ്ങൾ ഉണ്ടാക്കി വെച്ച പ്ലാനിനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഡിസ്ട്രാക്ഷൻസ് വരും. അതേപോലെ തന്നെ നമുക്ക് വേറെ ആൾക്കാരുടെ പ്ലാൻ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ആൾക്കാർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഇത് ശരിയല്ല, മറ്റതിലേക്ക് പോകണം എന്ന് തോന്നും. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ ഇതും വർക്ക്ഔട്ട് ആവില്ല, ബേസിക്കലി അതും വർക്ക്ഔട്ട് ആവാത്ത അവസ്ഥ വരും. അതല്ല വേണ്ടത്. നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാനിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കതിന് 100% വിശ്വാസം വേണം. നമ്മൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. ട്രസ്റ്റ് ദി പ്രോസസ്. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകാനുള്ള മൈൻഡ് സെറ്റ് ആണ് എന്തുണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലൊരു ഐഡിയ വേണം ഫോർ ദി നെക്സ്റ്റ് 100 ഡേയ്സ്. ഇനി എങ്ങനെ പ്ലാൻ ഉണ്ടാക്കണം? എങ്ങനെ പ്ലാൻ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഒന്ന്, UPSCയുടെ ട്രെൻഡിനെ പറ്റിയൊരു ഐഡിയ വേണം. UPSC ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPSC എങ്ങനത്തെ ടോപ്പിക്സ് ആണ് എടുക്കുന്നത്, എങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? PYQ ചെയ്യുന്ന വഴിയിലാണ്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ PYQ ഇപ്പൊ ചെയ്തു പോകാൻ സമയമില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വെബിനാർ വെച്ചതും വി ഹാവ് ഡൺ ദ ട്രെൻഡ് അനാലിസിസ്. ഞങ്ങൾ പ്രിപ്പറേഷൻ സമയത്തും കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടും വളരെ ഇൻഡെപ്ത് ആയിട്ട് UPSC പ്രിലിംസിന്റെ ട്രെൻഡ് അനാലിസിസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ബേസിലാണ് നമ്മൾ ഈ പ്ലാൻ പറയുന്നത്. അപ്പോ ഈ ട്രെൻഡ് അനാലിസിസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ കണ്ടന്റ് പഠിക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യന് വേണ്ട രീതിയിൽ കണ്ടന്റ് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളൊരു സെന്റൻസ് വായിക്കുന്നു, മേ ബി സ്പെക്ട്രം എടുത്ത് സെന്റൻസ് വായിക്കുമ്പോൾ ഇതിൽ നിന്ന് ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം, ഈ രീതിയിൽ മുൻപ് ഫ്രെയിം ചെയ്തിട്ടുണ്ട് എന്നൊരു ഐഡിയ നമുക്ക് കിട്ടുമോ? അതാണ് ട്രെൻഡ് അനാലിസിസിലെ ഏറ്റവും ഫസ്റ്റ്. സെക്കൻഡ്ലി, UPSCക്ക് ഇഷ്ടപ്പെട്ട കുറെ തീംസ് ഉണ്ട്. ഓക്കെ, റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന കുറെ തീംസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജോഗ്രഫി എടുത്തൊന്ന് വിചാരിക്കാം. ജോഗ്രഫിയിൽ കൃത്യമായി പറയുന്നത് സമ്മർ സോൾസ്റ്റൈസ് കഴിഞ്ഞ ഒരു ലെറ്റ്സ് ടേക്ക് ഒരു 6 years എടുത്തു കഴിഞ്ഞാൽ എല്ലാ ആൾട്ടർനേറ്റ് ഇയറിലും ഒരു ചോദ്യമുണ്ട്. അത് സോൾസ്റ്റൈസിനെ പറ്റിയിട്ടല്ല, സമ്മർ സോൾസ്റ്റൈസിനെ പറ്റി ഒരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ പൊളിറ്റി എടുത്തു കഴിഞ്ഞാൽ ഫിഫ്ത് ഷെഡ്യൂൾ അല്ലെങ്കിൽ ഷെഡ്യൂൾ ഏരിയാസ് എന്ന് പറയുന്ന ഭാഗത്തിനെ പറ്റി UPSC സ്ഥിരമായിട്ട് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നുണ്ട്. ഇപ്പൊ മിഡീവൽ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ വിജയനഗര എംപയർ, കഴിഞ്ഞ 2-3 വർഷമായിട്ട് വിജയനഗര എംപയറിൽ നിന്ന് സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇതേപോലെ എല്ലാ സബ്ജക്റ്റിനും ചില കീ തീം ഏരിയാസ് ഉണ്ട്. ആ തീം ഏരിയാസിനെ ഞാൻ ജസ്റ്റ് ഇവിടെ പറയുന്നു മസ്റ്റ് നോ ടോപ്പിക്സ്. ഈ മസ്റ്റ് നോ ടോപ്പിക്സ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ സ്കിപ്പ് ചെയ്യാനോ നമ്മൾ മിസ്സായി പോകാനോ പാടില്ല. അപ്പൊ ഈ മസ്റ്റ് നോ ടോപ്പിക്സ്, അതിനാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, ദി മസ്റ്റ് നോ ടോപ്പിക്സ്, അതായത് UPSC റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ്. ദെൻ റൈറ്റ് ടൈം, റൈറ്റ് ടോപ്പിക്. നമ്മൾ കൊടുക്കുന്ന ഈ 100 ദിവസമാണ്, ലിമിറ്റഡ് ടൈമാണുള്ളത്. ഈ നമ്മൾ കൊടുക്കുന്ന ഓരോ മൊമെന്റും ഓരോ മിനിറ്റും ആയിക്കോട്ടെ, അത് റിവാർഡിങ് ആയിരിക്കണം. അതായത് നമുക്ക് റിവാർഡ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സബ്ജക്ട് പഠിക്കാനായിട്ട്. നമ്മുടെ ഉദ്ദേശം ഈ സബ്ജക്ട്സ് എല്ലാം വായിച്ച് ടെക്സ്റ്റ് ബുക്കുകളെല്ലാം വായിച്ചിട്ട് സർവജ്ഞപീഠം കയറലല്ല. നമ്മുടെ ആവശ്യം എന്താ? UPSC പ്രിലിംസ് കയറുക എന്നുള്ളതാണ്. അപ്പോ പ്രിലിംസ് കയറുവാനായിട്ട് UPSC സ്ഥിരമായി ചോദിക്കുന്ന കണ്ടന്റും ടോപ്പിക്കും നമ്മൾ മനസ്സിലാക്കിയ ശേഷം അതിനനുസരിച്ച് വേണം നമ്മൾ ടൈം അലോക്കേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ആ ടൈം അലോക്കേഷൻ ഓരോ സബ്ജക്റ്റിനും ഞാനത് പറഞ്ഞു തരാം. ആൻഡ് ഫോർത്ത്ലി, റിവിഷൻ ഈസ് ഇമ്പോർട്ടന്റ്. വി ഷുഡ് ബി ഹാവിംഗ് എ 3 round റിവിഷൻ. ഒരു 3 round റിവിഷൻ എങ്കിലും പോകാൻ പറ്റണം. കാരണം 1 time റീഡിങ് ഒരിക്കലും നമുക്ക് ബെനിഫിറ്റിംഗ് ആവില്ല. ഒരു 3 round റിവിഷൻ, 100 ഡേയ്സിൽ 3 round റിവിഷൻ എങ്ങനെ പറ്റും? വിൽ സി. ഒരു 3 round റിവിഷൻ നമുക്ക് വേണം.
ദെൻ റിവിഷൻ മാത്രം പോരാ, ഈ പറയുന്ന പോലെ റൈറ്റ് ടോപ്പിക് ഇതൊക്കെ നമ്മൾ എടുത്തു, ഇതൊക്കെ ചെയ്താൽ മാത്രം പോരാ. ദർ ഷുഡ് ബി വീക്ക്ലി ടെസ്റ്റ് ആൻഡ് അനാലിസിസ്. ടെസ്റ്റ് എഴുതണം, ടെസ്റ്റിന്റെ അനാലിസിസ് വേണം. ഒരുപാട് ടെസ്റ്റ് അല്ല, വീക്ക്ലി മേ ബി മാക്സിമം 2 ടെസ്റ്റ്. ആ ടെസ്റ്റ് എഴുതുന്നത് പോലെ തന്നെ അത്രയും ടൈം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈം എടുത്തിട്ട് എന്ത് ചെയ്യണം, അനാലിസിസും ചെയ്യണം. ദെൻ ദർ ഷുഡ് ബി ടാർഗറ്റ് ട്രാക്കിംഗ്. നമ്മൾ 100 ദിവസത്തെ പ്ലാൻ ഉണ്ടാക്കി, അതിനെ മന്ത്ലി ഡിവൈഡ് ചെയ്തു, അതിനെ നമ്മൾ വീക്ക്ലി ഡിവൈഡ് ചെയ്തു, അതിനെ ഡെയിലി ഡിവൈഡ് ചെയ്തു, എന്നിട്ട് നമ്മളിങ്ങനെ പഠിക്കുന്നു. അത് മാത്രം പോരാ, നമ്മളത് അച്ചീവ് ചെയ്ത് പോകുന്നുണ്ടോ? ആർ വി ലൈക്ക് ഏബിൾ ടു അച്ചീവ് ദോസ് ടാർഗറ്റ്സ്? നമുക്കത് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതെങ്ങനെ നമുക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ടാർഗറ്റ് ട്രാക്കിംഗ് വേണം. ഓക്കെ. ദെൻ റിഫൈൻമെന്റ്, അതായത് നിങ്ങൾ പഠിക്കുന്നത് കൃത്യമായിട്ട് പോകുന്നുണ്ടോ, ആ പോകുന്നതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണോ, ചെറിയ ചെറിയ അങ്ങോട്ട് ചേഞ്ചസ് വരുത്തണോ? അത് പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റിക്കൊള്ളുന്നില്ല. യു മൈറ്റ് ബി ഹാവിങ് ഓർ യു മൈറ്റ് ബി നീഡിങ് എ ഹെൽപ്പ് ഓഫ് എ മെന്റർ, ഒരു എക്സ്പീരിയൻസ്ഡ് ആയ മെന്ററിന്റെ, ഒരു എക്സാം സ്ട്രാറ്റജിസ്റ്റിന്റെ, ആ രീതിയിൽ എക്സാമിനെ കൃത്യമായി മനസ്സിലാക്കിയ ഒരാളുടെ ഒരു ഹെൽപ്പ് കൂടി വേണ്ടി വരും. ആൻഡ് ഇതിനൊക്കെ ഒപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ്, യു ഷുഡ് ബി ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ മെന്റൽ ഹെൽത്ത്, നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത്, നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ്, നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ, ഈ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിട്ട് വേണം. ആൾക്കാർക്ക് ലൈക്ക് മേ ബി ദേ മൈ നോട്ട് ബി ഏബിൾ ടു സിറ്റ് ഫോർ ലോങ് അവേഴ്സ് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം, ചെറിയ ചെറിയ സ്ലോട്ടുകളാക്കണം. ചില ആൾക്കാർക്ക് ലൈക്ക് ഒരുമിച്ച് ഇരുന്ന് ഒരു 4 മണിക്കൂർ ഇരിക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ അതങ്ങനെ. അപ്പൊ ഓരോരുത്തരുടെയും ലൈക്ക് ആ ഒരു ഇതിനനുസരിച്ചിട്ട് അവർക്ക് അധികം ലൈക്ക് നമുക്കധികം ബേൺ ഔട്ട് വരാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്ലാൻ ചെയ്യാനും പറ്റണം. അപ്പൊ ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു പ്ലാൻ ആണ് നമുക്ക് നോക്കേണ്ടത്. സോ ആസ് ഐ സെഡ്, വി ആർ ഗോയിങ് ഫോർ എ 100 days പ്ലാൻ. ഈ 100 days പ്ലാനിനെ നമ്മൾ പറഞ്ഞല്ലോ 3 റൗണ്ട് റിവിഷൻ നമുക്ക് വേണം. 3 റൗണ്ട് ആണ് നമുക്ക് റിവിഷൻ പോകുന്നത്. അപ്പൊ ഞാൻ 3 റൗണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3. സോ 100 days ആദ്യത്തെ ഓൾമോസ്റ്റ് ഒരു 60 days, ഞാൻ ഏകദേശമാണ് പറയുന്നത് കേട്ടോ. 60 days എല്ലാവർക്കും എക്സാക്ട്ലി 60 days വേണമെന്നല്ല, ചിലർക്ക് അതിൽ കുറവ് മതിയാവും. കൂടുതലായി പോവാതിരിക്കാൻ നോക്കാം. 60 daysലാണ് നമ്മുടെ റൗണ്ട് 1. റൗണ്ട് 1ന്റെ നമ്മൾ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ദിസ് ഇസ് ദ ടൈം പീരീഡ് വേർ വിൽ ബി ലേണിംഗ് ദി ടോപ്പിക്സ്. ആ ടോപ്പിക്സ് നമ്മൾ കണ്ടന്റ് നമ്മൾ പഠിക്കുന്നു. അതായത് ലൈക്ക് നിങ്ങൾ ഒരു പക്ഷെ പഠിച്ച കണ്ടന്റ് ആയിരിക്കും, പക്ഷെ ഡീപ്പ് ലേണിംഗ്. കാരണം നമുക്ക് ഈ ഒരു ദിവസങ്ങൾ കഴിഞ്ഞ പിന്നെ ഡീപ്പ് ലേണിംഗിന് സമയമില്ല. നമ്മൾ എല്ലാ കണ്ടന്റിനെയും വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഡീപ്പ് ലേണിംഗ് ചെയ്യുന്ന ടൈം പീരീഡ് ആണ് ആദ്യത്തെ 60 ദിവസം. ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി വെക്കുന്ന ദിവസമാണ് ആദ്യത്തെ 60 ദിവസം. ഓക്കെ. അവിടെയും നമുക്ക് എന്ത് ചെയ്യണം, ടോപ്പിക് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു 60 ദിവസത്തിൽ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയുണ്ട്? ഇപ്പൊ പൊളിറ്റി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, എക്കണോമി ഉണ്ട്, സയൻസ് ആൻഡ് ടെക് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ ടോപ്പിക്സിനെയും നമ്മൾ ഒരു റൗണ്ട് ഡീറ്റെയിൽ ആയിട്ട് വായിക്കും. ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റാൻഡേർഡ് ബുക്കും NCERTയും വായിച്ച് തീർക്കുവാനുള്ള സമയം ഇവിടെ ഇല്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, ലൈക്ക് ഒരു സിംഗിൾ സോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്പെൻഡ് ചെയ്യണം. ഒരു പക്ഷെ നിങ്ങളുടെ നല്ല നല്ല ക്ലാസ് നോട്ട്സ് ഉണ്ടാവും. ആ ക്ലാസ് നോട്ട്സിനൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് സ്റ്റാൻഡേർഡ് ബുക്സ് വായിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ലൈക്ക് ആ ഒരു ആദ്യത്തെ ഒരു 60 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കണ്ടന്റിനെ ഒന്നുകൂടി വ്യക്തമായി മനസ്സിൽ ഉറപ്പിക്കാനുള്ള ഒരു 60 ദിവസമാണ് ആദ്യത്തെ ഒരു 60 ദിവസം. ദെൻ വി ഗോ ഫോർ ഡേ 2. അതിന് നമ്മൾ കൊടുക്കുന്നത് 30 ദിവസമാണ്. ഓക്കെ, 30 ദിവസം. ഇവിടുന്ന് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ആ ഡീപ്പ് ലേണിംഗ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് 30 days എന്താണ്, റിവിഷൻ ആണ്. അതായത് ഇവിടെ നമ്മൾ എത്ര ടൈം അലോക്കേറ്റ് ചെയ്യുന്നോ അതിന്റെ പകുതിയാണ് ഇവിടെ. ഫോർ എക്സാമ്പിൾ, പൊളിറ്റിക്ക് നിങ്ങൾ 10 ദിവസം കൂടെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റിവിഷൻ എത്രയാണ്, 5 days. കാരണം നിങ്ങൾ ഒരു റൗണ്ട് പഠിച്ചതാ, അതിന്റെ ടെസ്റ്റും എഴുതിയതാണ്. ഓക്കെ, ആ ടെസ്റ്റും നമ്മൾ ഇതിനുള്ളിൽ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അത് 30 daysലേക്ക് ചുരുക്കുന്നു. എല്ലാ ടോപ്പിക്സും നിങ്ങൾ അവിടെ എത്ര ടൈം എടുത്തോ അതിന്റെ നേരെ പകുതി, ഹാഫ് ഡേയ്സ്. അപ്പൊ അങ്ങനെ 2 റൗണ്ട് പോയി. തേർഡ് റൗണ്ട് എന്ന് പറഞ്ഞത് വീണ്ടും ഈ ടോപ്പിക്സ് ഒന്നുകൂടി പഠിക്കലല്ല, നമുക്ക് കുറച്ചൊരു ഹൊറിസോണ്ടൽ റിവിഷൻ ആണ് ആവശ്യം. ലാസ്റ്റ് 10 days നമ്മൾ ലൈക്ക് വളരെ സിഗ്നിഫിക്കന്റ് ആയ ടോപ്പിക്സ് മാത്രം എടുത്തുകൊണ്ട് വളരെ ടാർഗറ്റ് ആയ രീതിയിൽ നമ്മൾ വീണ്ടും പഠിക്കുന്നു. അതുകൊണ്ട് എല്ലാ ടോപ്പിക്കും പഠിക്കലില്ല, എല്ലാ സബ്ജക്ട്സിൽ നിന്നും നമ്മൾ സിഗ്നിഫിക്കന്റ് ആയ ടോപ്പിക്സ് മാത്രം പിക്ക് ചെയ്തുകൊണ്ട് നമ്മളത് പഠിക്കും. അങ്ങനെ ഒരു 3 റൗണ്ട് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ പ്രിലിംസ് റെഡി ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ രീതിയിൽ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട്. ലൈക്ക് പ്ലാൻ ഫോർ 3 significant rounds. ഫസ്റ്റ് റൗണ്ട് ലോങ് ഡീപ്പ് ലേണിംഗ് റൗണ്ട്. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ പോകുന്നത് റിവിഷൻ റൗണ്ട് ആണ്, ഒരു 30 days. അവിടെ എത്ര ടൈം കൊടുക്കുന്നു അതിന്റെ നേരെ പകുതി. തേർഡ് റൗണ്ട് ഒരു ഹൊറിസോണ്ടൽ റിവിഷൻ.
അങ്ങനെ 3 റൗണ്ട് പോകണം. ഈ 3 റൗണ്ടിൽ നമുക്ക് ടെസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണം, CSAT ഇൻക്ലൂഡ് ചെയ്യണം, കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം. ഇതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ഡിഫറെന്റ് സബ്ജക്ട്സ്. ഓരോ സബ്ജക്ട്സിനും എത്ര ദിവസം കൊടുക്കണം, എന്താണ് ആ സബ്ജക്റ്റിന്റെ സിഗ്നിഫിക്കൻസ്, എന്തൊക്കെയാണ് ആ സബ്ജക്റ്റിൽ വരുന്ന റിപ്പീറ്റഡ് തീംസ്, ലൈക്ക് നമ്മൾ പഠിക്കേണ്ട സിഗ്നിഫിക്കന്റ് ആയ വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുള്ള തീംസ് എന്തൊക്കെയാണ്, ആ രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ഇന്ത്യൻ പൊളിറ്റി. ഇന്ത്യൻ പൊളിറ്റി വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഏറ്റവും റിവാർഡിംഗ് ആയ സബ്ജക്റ്റ് ആണ് ഇന്ത്യൻ പൊളിറ്റി. ഏറ്റവും റിവാർഡിംഗ് ആയ സബ്ജക്റ്റ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് പറയാം. ഇന്ത്യൻ പൊളിറ്റിക്ക് റൗണ്ട് 1-ൽ ഐ ഹാവ് അലോക്കേറ്റഡ് 10 days, 10 ദിവസം. ഈ 10 ദിവസത്തിൽ യു വിൽ ബി ഓൾസോ ടേക്കിംഗ് ടെസ്റ്റ്. ഓക്കെ, ടെസ്റ്റുകൾ അടക്കം വരികയെ അറ്റ്ലീസ്റ്റ് 2 ടെസ്റ്റ്, പൊളിറ്റിയുടെ തന്നെ 2 ടെസ്റ്റുകൾ നമുക്ക് എഴുതണം. 10 ദിവസത്തിന് വരുന്നതാണ്. റൗണ്ട് 1 വി ഗോ ഫോർ 10 days with 2 tests. സോ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞല്ലോ, റൗണ്ട് 1 നമ്മൾ എത്ര പോകുന്നു അതിന്റെ നേരെ പകുതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് റൗണ്ടിൽ പോകുന്നത് 5 days. ഓക്കെ, റൗണ്ട് 1 നമ്മൾ ഡീപ് ലേണിംഗ് ആണ്, 10 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ, ദെൻ യു ഗോ ഫോർ 5 days. പൊളിറ്റിയുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും അറൌണ്ട് ഒരു 15 questions, 15 മുകളിലേക്ക് പോകാറുണ്ട്, ചിലപ്പോൾ ലൈക്ക് ഒരു 13 രീതിയിലേക്കും താഴാറുണ്ട്. സോ 15 ഒരു ആവറേജ് ആയിട്ട് പറയാം, ഒരു 15 ചോദ്യങ്ങൾ വരും. ഈ 15 ചോദ്യങ്ങൾ വരുന്നതിൽ ഓൾമോസ്റ്റ് 12 questions യു ക്യാൻ ആൻസർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ലക്ഷ്മികാന്ത്. ലക്ഷ്മികാന്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മികാന്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കണ്ടന്റ് വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് 15-ൽ ഓൾമോസ്റ്റ് 12 ചോദ്യങ്ങളും. പിന്നെ ഒരു 3 ചോദ്യങ്ങൾ കുറച്ച് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെടുത്തി വരും, പക്ഷെ അതും ലക്ഷ്മികാന്തിൽ നിന്ന് നമുക്ക് ക്ലൂസ് കിട്ടുന്നതാണ്. ഈ പൊളിറ്റിയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർ മേജർലി എല്ലാവരും നല്ലവണ്ണം സ്കോർ ചെയ്യുന്ന സബ്ജക്റ്റ് ആണ് പൊളിറ്റി എന്ന് പറയുന്നത്. സോ ഇഫ് യു ഹാവ് റെഡ് ദ ലക്ഷ്മികാന്ത് വെൽ, ഇഫ് യു അണ്ടർസ്റ്റുഡ് ദ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ വെൽ, നിങ്ങൾക്ക് ആ ഒരു 12 മാർക്സ് അല്ലെങ്കിൽ 12 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 20 to 20, ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 15 or 30 മാർക്സ് ആണല്ലോ വരുന്നത്. ഒരു 20 to 25 മാർക്സ് നമുക്ക് പൊളിറ്റി എന്ന് ഉറപ്പിക്കാൻ പറ്റും. കാരണം ഈ 12 ക്വസ്റ്റ്യൻസ് ഡയറക്ട്ലി ഫ്രം ലക്ഷ്മികാന്തിൽ ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളാണ്, വളരെ ബേസിക് ആയ രീതിയിലാണ് ചോദിക്കുക. ഓക്കെ, ദെൻ ഒരു ലൈക്ക് ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ കുറച്ചൊരു ടഫർ സൈഡിൽ വരാം, ബാക്കി ഒരു മീഡിയം ലെവലാണ് വരിക. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ 15-ൽ ലക്ഷ്മികാന്ത് ഡയറക്ട്ലി ആൻസർ ചെയ്ത ചോദ്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതിൽ വരുന്ന ആ ഈസി മീഡിയം ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആൻസർ ചെയ്യാൻ പറ്റണം. ഇനി കഴിഞ്ഞൊരു 10 വർഷത്തെ അനാലിസിസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിയുടെ ഭാഗത്ത് നിന്ന് UPSC റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭാഗങ്ങളാണ് നമ്മുടെ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ഭാഗം. യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ എസ്പെഷ്യലി പാർലമെന്റ്, അതായത് യൂണിയൻ ലെജിസ്ലേച്ചർ, അവിടെ നിന്ന് നമുക്ക് ധാരാളം ചോദ്യങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട്. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ നമ്മളൊരു 7-8 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എടുത്താൽ, അല്ലെങ്കിൽ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 30 ക്വസ്റ്റ്യൻസോളം തന്നെ ഇവിടെ നിന്നുണ്ട്, പാർലമെന്റിൽ നിന്നുണ്ട്. പാർലമെന്റ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ വലിയ ചാപ്റ്ററാണ്. ആ വലിയ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം, വായിച്ച് നല്ല രീതിയിൽ പഠിക്കണം. പാർലമെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിഗ്നിഫിക്കന്റ് ആയി വരുന്നതാണ് പാർട്ട് 3 ആൻഡ് പാർട്ട് 4 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ട് 3, പാർട്ട് 4 നിങ്ങൾക്ക് അറിയാമല്ലോ, ഫണ്ടമെന്റൽ റൈറ്റ്സും DPSP. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് DPSP സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. വളരെ ഭംഗിയായി തന്നെ പഠിക്കണം. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, പക്ഷെ അത് റിവൈസ് ചെയ്ത് നമ്മളത് കൺസോൾഡേറ്റ് ചെയ്ത് വെക്കണം. Then we have many questions coming from Union Executive, especially President, Vice President. President, Vice President എന്നുള്ള ടോപ്പിക്സിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. ഞാനിവിടെ ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ് എന്ന് പറയുന്ന ഭാഗം ഞാൻ പൊളിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, നിങ്ങൾ ആക്ടുകൾ പറയുന്നത് ഞങ്ങൾക്ക് മോഡേൺ ഇന്ത്യയിൽ നോക്കാം, അതെന്തുകൊണ്ടാണ് അവിടെ പറയാം. ഓക്കെ, സോ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ റിപ്പീറ്റഡ്ലി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കൊല്ലം ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ അഷ്യൂർ ചെയ്ത് പോകാൻ പറ്റും. സോ ആ രീതിയിൽ ആ ലൈക്ക് കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന തീംസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ ടൈം അലോക്കേഷൻ കൊടുക്കാനായിട്ട്. പൊളിറ്റിയിൽ നമ്മൾ പഠിക്കുമ്പോഴും കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നിങ്ങൾ ലക്ഷ്മികാന്തിൽ കൊടുത്തിരിക്കുന്ന അതേ ഓർഡറിൽ വായിച്ചു പോവുക എന്നുള്ളത് എല്ലായ്പ്പോഴും വർക്ക്ഔട്ട് ആയിക്കൊള്ളുന്നില്ല. ലൈക്ക് യു നീഡ് ടു മിക്സ് ദ പേജസ് മിക്സ് ചെയ്ത് ചിലപ്പോൾ പഠിക്കേണ്ടി വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ യൂണിയൻ ലെജിസ്ലേച്ചർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നേരെ അപ്പൊ തന്നെ പഠിക്കുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാണ്. കാരണം അവിടെ നിങ്ങൾക്ക് ഒരു കമ്പാരിസൺ പോയിന്റ് ഓഫ് വ്യൂ കിട്ടും, യൂണിയൻ എങ്ങനെ സ്റ്റേറ്റ് എങ്ങനെ.
അല്ലെങ്കിൽ പ്രസിഡന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഒപ്പം തന്നെ പഠിക്കുന്ന ആളാണ് ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ലൈക്ക് നമുക്ക് ആ കണക്ട് ചെയ്യാവുന്ന സെൻട്രൽ ലെവലും സ്റ്റേറ്റ് ലെവലും കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. സോ ലൈക്ക് അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് പഠിച്ചത് ഓർത്ത് വയ്ക്കാനുള്ള ഹെൽപ്പ് ലൈക്ക് ഭയങ്കര കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിം ഒരു 10 days ഫോർ ദി ഫസ്റ്റ് റൗണ്ട്, 5 days ഫോർ സെക്കൻഡ് റൗണ്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. അവിടെ പൊളിറ്റിയിലെ എല്ലാ കാര്യങ്ങളും ലക്ഷ്മികാന്ത് മുഴുവൻ വായിക്കണം എന്നുള്ള വാശി നമുക്ക് പിടിക്കാൻ പറ്റില്ല. നമ്മളെ ശ്രദ്ധിച്ചിട്ട് ഞാൻ ഈ പറയുന്ന റിപ്പീറ്റഡ്ലി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട്. ഇതാണ് പൊളിറ്റിക് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഇനി പൊളിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഫ് യു ഗോ ഫോർ ഇന്ത്യൻ എക്കണോമിയിൽ വി ക്യാൻ എക്സ്പെക്ട് അറൌണ്ട് 15 to 20 ക്വസ്റ്റ്യൻ എവറി ഇയർ. 50 to 20 ക്വസ്റ്റ്യൻസ് എണ്ണം കൂടുതലാവാൻ കാരണം കറണ്ട് അഫയേഴ്സ്, എക്കണോമി റിലേറ്റഡ് കറണ്ട് അഫയേഴ്സും കൂടി ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് എക്കണോമി 15 to 20 ക്വസ്റ്റ്യൻസ് എവറി ഇയർ വരും. പക്ഷെ 15 to 20 ക്വസ്റ്റ്യൻസ് നമ്മൾ വരുമ്പോൾ നമ്മൾ പൊളിറ്റിക്ക് 10 ദിവസം കൊടുക്കുമ്പോൾ ഞാനിവിടെ എക്കണോമിക്ക് 8 ദിവസമാണ് കൊടുത്തിട്ടുള്ളത്. എക്കണോമിക്ക് 8 ദിവസം കൊടുക്കാൻ കാരണം പൊളിറ്റിയിൽ നമുക്ക് കുറച്ചും കൂടി ഫാക്ച്വൽ കണ്ടന്റ് കൂടുതൽ വായിക്കാനുണ്ട്, കുറെ കണ്ടന്റ് പഠിക്കാനുണ്ട്, വായിച്ചു തീർക്കാൻ സമയമെടുക്കും. പക്ഷെ എക്കണോമി അങ്ങനെയല്ല. ഇന്ത്യൻ എക്കണോമിയുടെ ബേസിക് ആയ കുറെ കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് വരുന്നത്. ഈ കോൺസെപ്റ്റ്സിന്റെ പ്രത്യേകത, ഈ കോൺസെപ്റ്റ്സ് വൺസ് നമുക്കത് ക്ലിക്കായി മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ റിവൈസ് ചെയ്യാനും വായിച്ചു പോകാനും പറ്റും. ഇപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ വി ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദി കോൺസെപ്റ്റ്സ് ഇൻ എക്കണോമി. ആ കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതോ എന്ന് ഉറപ്പുവരുത്താം. കാരണം UPSC ചെക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം നിങ്ങൾ എഴുതിന്റെ മനസ്സിലാവും. ഇപ്പൊ ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ ചോദ്യം UPSC ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയുമെന്നല്ല ചോദിക്കുന്നത്. നേരെ മറിച്ച് UPSC കുറച്ച് കണക്ക് തന്നു, അല്ലെ, ലൈക്ക് റവന്യൂ ഇത്രയാണ്, എക്സ്പെൻഡിച്ചർ ഇത്രയാണ്, അങ്ങനെയാണെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയായിരിക്കും. അവിടെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ആ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആ ഫോമിലേക്ക് ഫിസിക്കൽ ഡെഫിസിറ്റിലേക്ക് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അറിയുന്ന ചെക്കിങ് മാത്രമേ ഉള്ളൂ. അപ്പോ ആ കോൺസെപ്റ്റുവൽ നോളേജ് നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്നാണ് നോക്കുന്നത്. അപ്പൊ കോൺസെപ്റ്റ് വ്യക്തമായി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പഠിക്കുവാൻ നമുക്ക് അധികം സമയം വേണ്ട. അപ്പൊ അതുകൊണ്ടാണ് 8 ദിവസം കൊടുത്തത്. ഓക്കെ, അതുപോലെ തന്നെ ലക്ഷ്മികാന്തിന് അത്രയും വായിക്കാനുമില്ല എക്കണോമി എന്ന് പറയുന്ന ഭാഗം. സോ യു ഗിവ് 8 days ഫോർ റൗണ്ട് 1, 4 days ഫോർ റൗണ്ട് 2. കോൺസെപ്റ്റ് ചോദ്യങ്ങൾ, കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുക. ദെൻ UPSCയുടെ ക്വസ്റ്റ്യൻസ്, എക്കണോമിക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അവിടെ UPSC ചെയ്യുന്ന ഒരു കാര്യം, ദേ ആർ കണക്ടിങ് കറണ്ട് അഫയേഴ്സ് ടു ബേസിക്സ്. ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ്സ് ഉണ്ടല്ലോ, ആ കോൺസെപ്റ്റ്സിലേക്ക് കറണ്ട് അഫയേഴ്സിൽ വന്ന കാര്യങ്ങൾ ലിങ്ക് ചെയ്യിച്ചുകൊണ്ടാണ് ചോദിക്കുക. ഒരു പക്ഷേ നിങ്ങൾ ആ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ആ ടോപ്പിക് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് സ്ട്രോങ് ആണെങ്കിൽ ഇതിൽ പല ചോദ്യങ്ങളും ഹിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹിറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. സോ അതാണ് ഞാൻ വീണ്ടും പറയുന്നത്, ആ കോൺസെപ്റ്റ്സ്, എക്കണോമിയുടെ കോൺസെപ്റ്റ്സ്, എന്താണ് ഇൻഫ്ലേഷൻ, എങ്ങനെയാണ് ഇവിടെ മണി സപ്ലൈ കൺട്രോൾഡ് ആവുന്നത്, RBI ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ അത് മണി സപ്ലൈനെ എങ്ങനെ ബാധിക്കും, എന്താണ് എക്സ്റ്റേണൽ സെക്ടർ, എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്, അങ്ങനെയുള്ള കൃത്യമായിട്ട് ആ കോൺസെപ്റ്റ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിൽ ക്ലിയർ ആവണം. ഇത് ക്ലിയർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പോഴാണ് അത് ക്ലിയർ ആയി നമുക്ക് മനസ്സിലാവുക. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ഇന്ത്യൻ എക്കണോമി നോക്കേണ്ടത്. ഇന്ത്യൻ എക്കണോമിക്ക് ലൈക്ക് ഇഫ് യു ഹാവിംഗ് എ ഗുഡ് നോട്ട്, നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ടെങ്കിൽ ആ നോട്ട് തന്നെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വിവേക് സിംഗ്, രമേശ് സിംഗ് പോലുള്ള വലിയ വലിയ പുസ്തകങ്ങളുണ്ട്. പക്ഷെ ആ വലിയ പുസ്തകങ്ങൾ വായിച്ചു തീർക്കാൻ സമയം ഉണ്ടാവില്ല. ബട്ട് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ദി ക്ലിയർ കോൺസെപ്റ്റ്സ് ഫോർ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ, യു ക്യാൻ ഡിപ്പെൻഡ് അപ്പോൺ ശങ്കർ ഗണേഷ് എന്ന കോൺസെപ്റ്റ്സ് പഠിക്കുക. ഈ കോൺസെപ്റ്റ് പഠിച്ച ശേഷം അതിനൊപ്പം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. കറണ്ട് അഫയേഴ്സിനെ സെപ്പറേറ്റ് ഒരു സ്ലൈഡ് ആയിട്ട് പറയുന്നുണ്ട്, അവിടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഇഫ് യു ലുക്ക് അറ്റ് എക്കണോമിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഭാഗം ഒന്ന് ഫിസിക്കൽ പോളിസി ആൻഡ് ഗവൺമെന്റ് ബഡ്ജറ്റിംഗ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങളിലൊന്നാണ് ഫിസിക്കൽ പോളിസി ആൻഡ് ഗവൺമെന്റ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ലൈക്ക് കഴിഞ്ഞൊരു 8 കൊല്ലം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് എല്ലാ വർഷവും വരുന്ന പോലെയാണ് അതിലൊരു ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത്, ഫിസിക്കൽ പോളിസി ആൻഡ് ഗവൺമെന്റ് ബഡ്ജറ്റിംഗ്. ഓക്കെ, നമ്മൾ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗം ഒന്നില്ല എക്സ്റ്റേണൽ സെക്ടർ ആണ്. എക്സ്റ്റേണൽ സെക്ടർ, എസ്പെഷ്യലി കറണ്ട് അഫയേഴ്സിൽ ഇന്ത്യയുടെ എക്സ്റ്റേണൽ സെക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതും ബേസിക്കുമായി ലിങ്ക് ചെയ്ത ചോദിക്കുന്ന കേട്ടോ, ലൈക്ക് പ്യൂർലി കറണ്ട് അഫയേഴ്സ് അല്ല. അപ്പൊ എക്സ്റ്റേണൽ സെക്ടർ ഇസ് യെറ്റ് അനദർ ഇമ്പോർട്ടന്റ് ടോപ്പിക്. അവിടെയും ഒരു 3 ക്വസ്റ്റ്യൻസ് രീതിയിൽ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. ദെൻ ഇൻഫ്ലേഷൻ ആൻഡ് മോണിറ്ററി പോളിസി, ആ കോൺസെപ്റ്റ് ചെക്ക് ചെയ്യുന്ന മറ്റൊരു ഭാഗം, ആ മോണിറ്ററി പോളിസിയും ഇൻഫ്ലേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് വി ക്യാൻ എക്സ്പെക്ട് അറൌണ്ട് 2 ക്വസ്റ്റ്യൻസ് എവറി ഇയർ. ഓക്കെ, ഇത്രയും ഭാഗങ്ങളെ ചോദിക്കുള്ളൂ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ഇത്രയുമാണ് സിഗ്നിഫിക്കന്റ് ആയിട്ട് UPSC ഫോക്കസ് ചെയ്യുന്ന ചില കീ ഏരിയാസ്. ഇത് മസ്റ്റ് നോ ടോപ്പിക്സിൽ നിങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. എന്തായാലും നിങ്ങൾ പഠിക്കണം, എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം
ഫോക്കസ് കൊടുക്കേണ്ട കാര്യം. അതായത് ലൈക്ക് യു മേക്ക് ഷുവർ ദാറ്റ് യു സ്റ്റഡി ദീസ്. ഇത് നിങ്ങൾക്ക് എന്തായാലും അറിയാമെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ എക്കണോമി നമുക്കൊന്ന് ലൈക്ക് വിൽ ബി ഏബിൾ ടു സെറ്റ്. എക്കണോമി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഫ് യു ഗോ ടു ജോഗ്രഫി നമുക്ക് പോയി കഴിഞ്ഞാൽ ജോഗ്രഫിക്ക് ഐ ഹാവ് ഗിവൺ 8 days. 8 ദിവസമാണ് ജോഗ്രഫിക്ക് റൗണ്ട് 1 കൊടുത്തിട്ടുള്ളത്. 8 ദിവസത്തിൽ റൗണ്ട് 1, 4 days റൗണ്ട് 2. ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് പല വർഷവും ഇങ്ങനെ ഭയങ്കര വേരിയിങ് ആണ്. അതായത് ഒരു 2022 വരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 7 ചോദ്യം എന്ന രീതിയിലാണ് കിടക്കുന്നുണ്ടായത്. ഓക്കെ, 2022 വരെ ഒരു 7 ചോദ്യം 8 ചോദ്യങ്ങൾ രീതിയിൽ ജോഗ്രഫി വരാറുള്ളൂ. പക്ഷെ അതിനുശേഷം 2023 അവിടെ നിന്നോട്ടെ, അത് ഞാൻ പറയാം. 2024 2025 17 ചോദ്യം 13 ചോദ്യങ്ങൾ എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് ജോഗ്രഫിയിലെ ചേഞ്ചസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 24 25 ചോദിച്ച ചോദ്യങ്ങളുടെ പകുതി, അതായത് 2024 17 ക്വസ്റ്റ്യൻസിൽ 8 ചോദ്യങ്ങൾ. ഓക്കെ, 8 out of 17. അതേപോലെ തന്നെ 2025 13 6 ചോദ്യങ്ങൾ. ഇത്രയും ഷെയർ ഓഫ് ക്വസ്റ്റ്യൻ വാസ് ഫ്രം എ സിംഗിൾ ടോപ്പിക്, ക്ലൈമറ്റോളജി. അത് ക്ലൈമറ്റോളജി എന്ന് എടുത്ത് പറയാൻ കാരണം ക്ലൈമറ്റോളജി ഇസ് ദി മോസ്റ്റ് കോൺസെപ്ച്വൽ പാർട്ട് ഇൻ ജോഗ്രഫി സിലബസ്. അപ്പോ ഇവിടെ UPSC ഒരു ട്രെൻഡ് എങ്ങടാ വീണ്ടും ആ കോൺസെപ്റ്റ് ലെവലിലേക്ക് നീങ്ങുവാനാണ്. ഓക്കെ, കോൺസെപ്റ്റ് ലെവലിലേക്ക് നീങ്ങുവാനാണ്. 2022 വരെ 7 മുതൽ 8 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ക്ലൈമറ്റോളജി, ഓഷനോഗ്രഫി, ജിയോമോർഫോളജി എന്നുള്ള 3 കോൺസെപ്റ്റ്വൽ, മേജർലി ക്ലൈമറ്റോളജി, ഈ പോർഷൻസ് ആകപ്പാടെ വരുന്ന 1-2 ചോദ്യങ്ങളായിരുന്നു. അതിൽ നിന്നാണ് ചോദിക്കുന്ന ചോദ്യത്തിന്റെ പകുതി എന്ന രീതിയിലേക്ക് ക്ലൈമറ്റോളജി മാത്രം ഉയർന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു അണ്ടർസ്റ്റാൻഡ് ദി ബേസിക് കോൺസെപ്റ്റ്സ്. ക്ലൈമറ്റോളജി ആയിക്കോട്ടെ, ജിയോമോർഫോളജി ആയിക്കോട്ടെ, ഓഷനോഗ്രഫി ആയിക്കോട്ടെ, എസ്പെഷ്യലി ക്ലൈമറ്റോളജി. ആൻഡ് ഈ കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങൾ വലിയ ജോഗ്രഫി ബുക്സിലേക്കും തേടി പോകണ്ട. ഓൾമോസ്റ്റ് എവറി കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസർഡ് ഫ്രം NCERT. കൃത്യമായി പറയുകയാണെങ്കിൽ 11th NCERT. ഓക്കെ, ഇപ്പൊ ജോഗ്രഫി നിങ്ങൾ ഒരുപാട് ബുക്ക് തേടി പോകണ്ട. റീഡ് 11th and 12th NCERT. നിങ്ങൾക്ക് എത്ര തവണ വായിക്കാൻ പറ്റുമോ അത്രയും വായിക്കാം. നോട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട്സ് പഠിക്കുക. പിന്നെ ജോഗ്രഫിയിൽ നിന്ന് കൺസിസ്റ്റന്റ്ലി ചോദ്യം വരുന്ന ഭാഗമാണ് 2 to 3 ക്വസ്റ്റ്യൻസ് ഫ്രം മാപ്പിംഗ്. അതായത് ഇന്റർനാഷണൽ റിലേഷൻസുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ന്യൂസിൽ വരുന്നതായ മാപ്പിൽ നിന്ന് എല്ലാ വർഷവും 2 to 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ മാപ്പിംഗ് നമുക്ക് റെഗുലർ ബേസിൽ പഠിച്ചു പോകാൻ പറ്റില്ല. മാപ്പ് നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടി 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം അലോക്കേറ്റ് ചെയ്തിട്ട് വീണ്ടും വായിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ന്യൂസിൽ വരുന്ന സമയത്ത് അറ്റ്ലസിലോ മാപ്പിലോ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. 2024 മുമ്പുള്ള വർഷങ്ങൾ വരെ കൂടുതൽ ചോദ്യങ്ങൾ വന്നിരുന്ന ഭാഗം ഇന്ത്യൻ ജോഗ്രഫി എന്നായിരുന്നു. 2025 ഇന്ത്യൻ ജോഗ്രഫി 0 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിന് മുമ്പ് വരെ ഇന്ത്യൻ ജോഗ്രഫി എന്നായിരുന്നു കൂടുതൽ ചോദ്യങ്ങൾ. ദാറ്റ് ഈസ് ദി ഫാക്ച്വൽ പാർട്ട്. അപ്പോ ആ ഫാക്ച്വൽ ട്രെൻഡിൽ നിന്ന് കോൺസെപ്റ്റൽ ട്രെൻഡിലേക്ക് ജോഗ്രഫി മാറിയിട്ടുണ്ട്. സോ ഇവിടെയും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, കോൺസെപ്റ്റ്സ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞല്ലോ, യു നീഡ് നോട്ട് ഗോ ത്രൂ ദി ലൈക്ക് ഒരുപാട് ഡിസ്ക്രിപ്റ്റീവ് ആയ ബുക്കുകളിലേക്ക് പോകണ്ട. NCERT പ്ലസ് ഇഫ് യു ഹാവ് ക്ലാസ് നോട്ട്സ് ദാറ്റ് വുഡ് ബി ഇനഫ്. ഇനി റിപ്പീറ്റഡ് തീംസ് നോക്കുകയാണെങ്കിൽ ക്ലൈമറ്റോളജിയാണ് ഞാൻ പറഞ്ഞത് 2 വർഷമാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതിന് അറ്റ്മോസ്ഫിയർ, ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ, ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷൻ ഒക്കെ സ്ഥിരമായി ചോദിക്കുന്നുണ്ട്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് കഴിഞ്ഞൊരു 2 വർഷം കൊണ്ട് തന്നെ ഒരു 3 ചോദ്യങ്ങളോളം 4 ചോദ്യങ്ങളോളം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഐസോതേംസ് എന്ന് പറയുന്ന ടെമ്പറേച്ചറിലെ ടോപ്പിക് 2 കൊല്ലം ഒരേ കോൺസെപ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ റിപ്പീറ്റേഷൻ ഓഫ് തീംസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഇന്ത്യൻ ജോഗ്രഫി കഴിഞ്ഞ കൊല്ലം ചോദ്യങ്ങൾ ഉണ്ടായാലും 2024 കുറവായിരുന്നു. അതിന് മുമ്പത്തെ വർഷങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ കൂടുതലായി ചോദ്യങ്ങൾ വരുന്നത് നമ്മുടെ റിവേഴ്സ്, വെജിറ്റേഷൻ, സോയിൽ എന്ന് പറയുന്ന ഭാഗത്താണ്. റിവേഴ്സ് ഫാക്ച്വൽ ആണ്, പക്ഷെ ലൈക്ക് വീണ്ടും വായിച്ച് പഠിക്കണം. ആൻഡ് വി നീഡ് ടു ഡു മാപ്പിംഗ്. മാപ്പിംഗ് എന്തായാലും നമ്മൾ വി വിൽ ബി ഡൂയിങ് സെഷൻ ഓൺ പ്ലേസ് ഇൻ ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ മാപ്പിങ്ങിന്റെ കാര്യങ്ങൾ നമ്മൾ എന്തായാലും സെഷൻ നടത്തുന്നുണ്ടാവും. അവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഹോളിസ്റ്റിക് കവർ ചെയ്യുന്നുണ്ടോ. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ബട്ട് നിങ്ങൾ സ്ഥലത്തിനെ പറ്റി കേൾക്കുമ്പോൾ അതിന്റെ മാപ്പ് ഒക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. സോ 8 days ആണ് ജോഗ്രഫി. ട്രൈ ടു സ്റ്റിക്ക് ടു ദി NCERTs, 11th and 12th NCERTs. പിന്നെ റിസോഴ്സ് ബേസ്ഡ് ചോദ്യങ്ങളുണ്ട്. അത് ഇപ്പൊ എല്ലാ കൊല്ലം ഓരോന്ന രീതിയിലാണ് പോകുന്നത്, എക്സെപ്റ്റ് ഫോർ 2023. അതും നിങ്ങൾ NCERT തന്നെ വായിക്കുക. പിന്നെ ഒരു ലൈക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സിൽ വരുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മതിയാവും. അപ്പൊ ഒരു 8 days, round 2 you go for 4 days in geography. Then ഇനി ancient, medieval and culture. Ancient, medieval and culture ഇത് 3 ട്രിക്കിയാണ്. ട്രിക്കി ആണെന്ന സെൻസ് ancient and medieval India ഇതും നമുക്ക് കണ്ടന്റ് ഒരുപാട് വായിച്ചു തീർക്കാൻ സമയമെടുക്കും. ലൈക്ക് ഇഫ് യു ഗോ ഫോർ ancient medieval it will take time to complete. So അതുകൊണ്ട് if you are going for the round 1 you can go for around 9 days ഒക്കെ അതിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യാം. റൗണ്ട് 2 നേരെ മതി 4 days.
ഇവിടെയും നമുക്ക് നിങ്ങൾ ഒരുപാട് കണ്ടന്റ് സോഴ്സിലേക്ക് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് പോകരുത്. ലൈക്ക് ഗോ സ്റ്റിക്ക് ടു ദി ബേസിക് കണ്ടന്റ് നോട്ട്സ്. ഇഫ് യു ഹാവിംഗ് എനി ബേസിക് കണ്ടന്റ് നോട്ട്സ് അതിലേക്ക് നിങ്ങൾ സ്റ്റിക്ക് ചെയ്യാം. എല്ലാ കൊല്ലവും ആൻഷ്യന്റ് മിഡീവൽ ആർട്ട് ആൻഡ് കൾച്ചറിൽ ചേർത്ത് കഴിഞ്ഞാൽ വി ക്യാൻ എക്സ്പെക്ട് അറൌണ്ട് 8 to 10 ക്വസ്റ്റ്യൻസ്. 8 മുതൽ 10 ചോദ്യങ്ങളാണ് വരിക. ആൻഡ് ഈ ഒരു സബ്ജക്ട് സ്വഭാവം നിങ്ങൾക്ക് അറിയാം, ഹൈലി ഫാക്ച്വൽ ആണ്. അത്രയും ഫാക്ച്വൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ ആയിരക്കണക്കിന് രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അവർ 10,000-കണക്കിന് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം കാണാതെ പഠിക്കാൻ പറ്റുമോ? ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ടൈമിന് അത്രയും ഇപ്പൊ പൊളിറ്റി പോലെയോ എക്കണോമി പോലെയോ അത്രയും റിവാർഡ് തരാത്തൊരു സബ്ജക്റ്റ് ആയിട്ട് തോന്നുന്നതാണ് ആൻഷ്യന്റ് ആൻഡ് മിഡീവൽ ആൻഡ് കൾച്ചർ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരുപാട് ഡീവിയേറ്റഡ് ആയി പോകും. കാരണം നമുക്ക് തോന്നും ഇത് ഞാൻ വായിച്ചില്ലോ, അതെനിക്കറിയില്ലോ, നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ വീണ്ടും ഇതിലേക്ക് കുറവ് ഡെപ്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ആ ഡെപ്തിലേക്ക് പോകുന്നതിന്റെ അല്ലെങ്കിൽ നമ്മൾ ടൈം അലോക്കേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് റിവാർഡ് നമുക്ക് കിട്ടണം. സോ അവിടെ ലൈക്ക് 9 days ഇസ് മോർ ദാൻ ഇനഫ്. ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിരിക്കുന്നത് 9 days ഇസ് മോർ ദാൻ ഇനഫ്. ഹൈലി ഫാക്ച്വൽ ആണ്. കാരണം ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ദേ ആസ്ക് ടെർമിനോളജീസ്. ഒരു പെർട്ടിക്കുലർ ടേം തന്നിട്ട് ആ ടൈം പീരീഡിൽ എന്തിനെ പറ്റിയാണ് ആ ടേം പറയുന്നത്. ലൊക്കേഷൻസ്, പേഴ്സണാലിറ്റീസ്, ആ സമയത്ത് ഉണ്ടായിരുന്ന ഇമ്പോർട്ടന്റ് ആയ കിങ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ദെൻ സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻസ്, ലിറ്ററേച്ചർ ആൻഡ് ആർക്കിടെക്ചർ, റിലീജിയൻ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് തീംസ് അല്ലെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ആൻഷ്യന്റ് മിഡീവലിൽ നിന്ന് എല്ലാ കൊല്ലവും ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫാക്ച്വൽ ആണ്. നമ്മൾ ഒരുപാട് ടൈം വായിച്ചുകൊണ്ട് നമുക്ക് റിവാർഡ്സ് കിട്ടിക്കൊള്ളുന്നില്ല. ഇവിടെ നിങ്ങൾ 2-3 കാര്യങ്ങൾ എൻഷുർ ചെയ്യണം when you are studying this. First of all, you should be having a clear cut idea about the timeline. ടൈം ലൈനിനെ പറ്റി ക്ലിയർ കട്ട് ഐഡിയ വേണം. ടൈം ലൈനെ പറ്റി ക്ലിയർ കട്ട് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പോസ്റ്റ് മൗര്യൻ ടൈം പീരീഡ് എന്ന് വിചാരിക്കുക. പോസ്റ്റ് മൗര്യൻ ടൈം പീരീഡ് എന്ന് പറയുന്ന സമയത്ത് ധാരാളം കോണ്ടംപററി കിങ്ഡംസ് ഉള്ള ടൈം പീരീഡ് ആണ്. ഒരു സ്ഥലത്ത് സുങ്കാസ് ഉണ്ട്, കൻവാസ് ഉണ്ട്, ചേഡീസ് ഉണ്ട്, ശതവാഹനാസ് ഉണ്ട്. അപ്പോ ഓരോ ടൈം പീരീഡിലും എന്താണ് ഇന്ത്യയുടെ ബാക്കിയുള്ള സ്ഥലത്ത് നടക്കുന്നത് എന്നുള്ളൊരു ബേസിക് ഐഡിയ നമുക്ക് വേണം. ഇപ്പോ പോർച്ചുഗീസ് വന്ന സമയത്ത് അവിടെ വിജയനഗര എംപയർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കണക്ഷൻ നമുക്ക് കിട്ടണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ടൈം ലൈൻ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ യു ക്യാൻ മാർക്ക്. നിങ്ങൾ മാപ്പിൽ എടുത്തിട്ട് ഓരോ ടൈം പീരീഡിൽ ഓരോരുത്തർ എവിടെയൊക്കെയായിരുന്നു മാർക്ക് ചെയ്ത് പഠിക്കുന്നതും ഹെൽപ്ഫുൾ ആയിരിക്കും. അതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. അതറിയാത്തത് കൊണ്ട് ഒരു ചോദ്യം നമുക്ക് ലീവ് ചെയ്യേണ്ടി വരരുത്. അത് നമ്മൾ ഉറപ്പുവരുത്തണം. രണ്ടാമത്തത്, ഓരോ ടൈം പീരീഡിന്റെയും സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷനെ പറ്റി നമുക്കൊരു ധാരണ വേണം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു കൺസിഡറിംഗ് എ പെർട്ടിക്കുലർ കിങ്, ഇപ്പൊ നമുക്ക് കൺസിഡർ ചെയ്യാം അശോക എന്ന് പറയുന്ന രാജാവ് എങ്ങനത്തെ ഒരാളായിരുന്നു? ആള് ഇനീഷ്യലി ഷൈവൈറ്റ് ആയിരുന്നു, പിന്നെ ബുദ്ധിസ്റ്റിലേക്ക് പോയി, ശാന്തി, സമാധാനം, അശോകന്റെ ധമ്മ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ അശോകനെ പോലെ ഒരു രാജാവ് എടുക്കാൻ സാധ്യതയുള്ള തീരുമാനങ്ങൾ, ആ സമയത്ത് സോഷ്യൽ കണ്ടീഷൻ എങ്ങനെയായിരിക്കും ഒരു ഐഡിയ, അത് നമുക്കുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഗുപ്തൻ ടൈം പീരീഡ് എടുത്ത് വിചാരിക്കാം. ഗുപ്തൻ ടൈം പീരീഡ് ടെക്നോളജിയിലും ലിറ്ററേച്ചറിലൊക്കെ ഒരുപാട് ഗ്രോത്ത് ഉണ്ടായ ടൈം പീരീഡ് നമുക്കറിയാം. അതേസമയം തന്നെ അവിടെ ബേസിക്കലി സൊസൈറ്റിയിൽ കണ്ടീഷൻ, വിമന്റെ കണ്ടീഷൻ ഒരുപാട് ഡിക്ലൈൻ സംഭവിച്ച ടൈം പീരീഡും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഓരോ സമയത്തെ സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻ, ഓരോ കിങ്സ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇഫ് യു കൺസിഡർ ഓർ അക്ബർ, വളരെ ലിബറൽ റിലീജിയസ് പോളിസി ഉള്ള രാജാവായിരുന്നു. നേരെ മറിച്ച് ഔറംഗസേബോ കുറച്ചും റിലീജിയസ്ലി ഓർത്തഡോക്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ലൈക്ക് വാട്ട് വിൽ ബി ദ കണ്ടീഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ടൈം പീരീഡ്, അത് വളരെ സിഗ്നിഫിക്കന്റ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ ആ 8-9 days അലോക്കേറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പഠിക്കുവാനായിട്ട്. ഓക്കെ, അനഘപത്മ എന്തെങ്കിലും ചോദിക്കാൻ വന്നായിരുന്നോ? ഓക്കെ. ദെൻ സെക്കൻഡ്ലി നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത്, ഈ ആൻഷ്യന്റ് മിഡീവൽ ടൈം പീരീഡിൽ വാട്ടർ ഷെഡ് ആയ കുറെ ടൈം പീരീഡ്, ഇപ്പൊ മൗര്യൻ ടൈം പീരീഡ് UPSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈം പീരീഡാണ്. ഗുപ്തൻ ടൈം പീരീഡ്, വിജയനഗര എംപയർ, അതായത് അതിന്റെ പീക്കിൽ എത്തി നിൽക്കുന്ന കുറച്ച് ഡൈനാസ്റ്റീസ് അല്ലെങ്കിൽ അവരുടെ റൂൾ ഉണ്ടല്ലോ, ആ ടൈം പീരീഡിനെ പറ്റി നമ്മൾ കുറച്ച് ഇൻഡെപ്ത് വായിക്കണം. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ വായിച്ചെത്തുന്ന ബേസിക് കണ്ടന്റ് അത് മാത്രം നിങ്ങൾ പോയാൽ മതി. പിന്നെ റിസർച്ചിലേക്ക് പോകുക. റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഭാഗങ്ങൾ മൗര്യാസിനെ പറ്റി ചോദിക്കും, ഗുപ്താസിനെ പറ്റി ചോദിക്കും, സംഘം പീരീഡ്, സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഇമ്പീരിയൽ ചോളാസ്, വിജയനഗര, ബുദ്ധിസം, ജൈനിസവും ബേസിക്കലി വായിച്ച് മനസ്സിലാക്കി വെക്കാം. അവിടെയും ഡെപ്തിലേക്ക് പോകരുത്. കാരണം നിങ്ങൾ PYQ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പല കാര്യങ്ങൾ തോന്നും. അപ്പൊ നമ്മളത് പഠിക്കാൻ വേണ്ടി PYQ വന്നത് പഠിക്കാം. അങ്ങനത്തെ ടോപ്പിക്സ് പഠിക്കാൻ വേണ്ടി ഒരുപാട് ഡെപ്തിൽ പോയാൽ നമുക്ക് റിവാർഡ് കുറവായിരിക്കും എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ ഈ രീതിയിൽ ആൻഷ്യന്റ് മിഡീവൽ ആർട്ട് ആൻഡ് കൾച്ചർ. ഇനി ഇതിലൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു 3 years നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
കമ്പാരിറ്റീവ്ലി ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ലൈക്ക് ആൻഷ്യൻ മിഡീവൽ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് ഇപ്പൊ 8 ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൽ ഓൾമോസ്റ്റ് ഒരു 6 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? ഏൻഷ്യൻ ഇന്ത്യയിൽ നിന്നാണ്. ഒരു 1 to 2 ക്വസ്റ്റ്യൻസ് ആണ് മിഡീവൽ ഇന്ത്യയിൽ നിന്ന് വരുന്നത്. അതിൽ കഴിഞ്ഞ 3 വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 വർഷത്തിൽ ഓരോ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ 2 കൊല്ലവും ചോദിച്ചത് ഒരു ടൈം പീരീഡിനെ പറ്റിയാണ്. ദാറ്റ് ഈസ് റിഗാർഡിംഗ് വിജയനഗര എംപയർ. അപ്പൊ മിഡീവിയൽ എന്നുള്ള ഷെയർ ഓഫ് ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നോട്ടെ. ഏൻഷ്യന്റിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, ഇനി ഇഫ് യു മൂവ് ടു മോഡേൺ ഇന്ത്യ, അഗെയിൻ ഇവിടെയും കണ്ടന്റ് കൂടുതലാണ്. ഹിസ്റ്ററി ആണല്ലോ, കണ്ടന്റ് കൂടുതലാണ്. എല്ലാ വർഷവും 5 to 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, യു ക്യാൻ ഗോ ഫോർ റൗണ്ട് 1, യു ക്യാൻ ഗോ ഫോർ 7 days. ഈ 7 days ആണ് ഇട്ടിട്ടുണ്ട്. ഇത് ആൻഷ്യൻ മിഡീവലിൽ നിന്ന് ഇഫ് യു വാണ്ട് യു ക്യാൻ ടേക്ക് 1 or 2 days. ദാറ്റ്സ് എന്നാലും കുഴപ്പമില്ല. റൗണ്ട് 2 4 days. എല്ലാ കൊല്ലവും 5 to 10 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഈ 5 to 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു 6-7 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ 80% ഓഫ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആൻസേർഡ് യൂസിങ് ദി കണ്ടന്റ് ഫ്രം സ്പെക്ട്രം. സ്പെക്ട്രം എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ കണ്ടന്റിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന പോലെയാണ് 80% ഓഫ് ദി ക്വസ്റ്റ്യൻസും വരാറുള്ളത്. സോ ഒബ്വിയസ്ലി നിങ്ങൾ ഏത് മെറ്റീരിയൽ പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ആ ലൈക്ക് സ്പെക്ട്രത്തിൽ പറഞ്ഞിട്ടുള്ള കോണ്ടന്റ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കി വെക്കണം. ഇവിടെയും യു ഷുഡ് ബി ഹാവിംഗ് എ ക്ലിയർ കട്ട് ഐഡിയ ഓരോ ടൈം പീരീഡ് എങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് പോയിട്ടുള്ളത്. അത് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ഇവന്റ് പഠിക്കുന്നതിനൊപ്പം തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ സ്റ്റഡിങ് റിഗാർഡിംഗ് ദി ബംഗാൾ പാർട്ടീഷൻ, ബംഗാൾ പാർട്ടീഷൻ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ബംഗാൾ പാർട്ടീഷന് മുമ്പ് എന്തായിരുന്നു ഇവിടുത്തെ ഒരു അവസ്ഥ എന്നൊരു ബേസിക് ഐഡിയ വേണം. ഏത് ടൈം പീരീഡിലാണ് സംഭവിച്ചെന്ന ഐഡിയ വേണം. വാട്ട് ഈസ് ദി കോസ്, എന്തുകൊണ്ടാണ് ബംഗാൾ പാർട്ടീഷൻ സംഭവിച്ചത്? വാട്ട് വാസ് ദി കോഴ്സ്? ആദ്യത്തത് കോഴ്സ് CAUSE, രണ്ടാമത് കോഴ്സ് COURSE. എങ്ങനെ നടന്നു, എങ്ങനെയാണ് ഡിവിഷൻ നടന്നത്, എന്തൊക്കെയാണ് അതിന്റെ പാർട്ടായിട്ട് ഉണ്ടായത്? വാട്ട് വാസ് ദി ഇന്ത്യൻ റെസ്പോൺസ്, നമ്മുടെ സ്വദേശി മൂവ്മെന്റ് വന്നത്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് അതിന് ശേഷമായി സൂരജ് സ്പ്ലിറ്റ് വന്നത്, അങ്ങനെയുള്ള കോഴ്സ് എങ്ങനെയായിരുന്നു? ആൻഡ് ഫൈനലി വാട്ട് വാസ് ദി ആഫ്റ്റർ എഫക്ട്, എന്തായിരുന്നു അതിന്റെ ആഫ്റ്റർ എഫക്ട്? ഇങ്ങനെ ഒരു ഐഡിയ നമുക്ക് എല്ലാ ഇവന്റിനെ പറ്റി ബേസിക്കലി ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ UPC ചോദിച്ചു കാണുന്നത് ഈസ് റിഗാർഡിംഗ് ദി ബ്രിട്ടീഷ് റീഫോംസ്. ബ്രിട്ടീഷ് റീഫോംസ് എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ആണ് മെയിൻലി വരുന്നത്. നമ്മുടെ ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ് പൊളിറ്റിയിൽ ഞാൻ ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ബ്രിട്ടീഷ് റീഫോംസ് നിങ്ങൾ പഠിക്കാനുള്ള എല്ലാ ആക്ടുകളും 73 റെഗുലേറ്റിംഗ് ആക്ട് മുതൽ പിറ്റ്സ് ഇന്ത്യ ആക്ട്, ചാർട്ടർ ആക്ട് ഓഫ് 93, 13, 33, 53, അതേപോലെ ഗുഡ് ഗവർണൻസ് ആക്ട് ഓഫ് 1858, കൗൺസിൽസ് ആക്ട് 1861, 92, 1909 നമ്മുടെ മോർലി മിന്റോ റീഫോംസ്, മൊണ്ടേഗു ചെംസൂഡ് 1919, ദെൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 വരെ എല്ലാ ആക്ടുകളും പഠിക്കണം. അത് നിങ്ങൾ പൊളിറ്റിയിൽ ഫോക്കസ് കൊടുക്കാതെ ഹിസ്റ്ററിയിൽ ഫോക്കസ് കൊടുക്കുക എന്ന് പറയാൻ കാരണം, പൊളിറ്റിയിൽ നമ്മളത് വായിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇത് ചെയ്തു അത് ചെയ്തു, ഡയാർക്കി വന്നു, ഡയാർക്കി പ്രൊവിൻസിൽ നിന്ന് മാറ്റി 1935 ആയപ്പോഴേക്കും അത് സെൻട്രൽ വന്നു, അങ്ങനെ നമ്മൾ ചുമ്മാ വായിക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ പഠിക്കുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദാറ്റ് ടൈം പീരീഡ്. 1773 ബേസിക്കലി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ അവർക്ക് ദിവാനി റൈറ്റ്സ് ഒക്കെ കിട്ടിയ ശേഷം കമ്പനിക്ക് ലാഭം വരുന്ന ടൈം പീരീഡിൽ കറപ്റ്റഡ് ഒഫീഷ്യൽസ് കാരണം കമ്പനി ബാങ്ക്രപ്സിയിലേക്ക് പോയപ്പോൾ അവരെ റെഗുലേറ്റ് ചെയ്യാൻ വന്നാണ് റെഗുലേറ്റിംഗ് ആക്ട്. അല്ലെങ്കിൽ 1833 ആയപ്പോഴേക്കും ബ്രിട്ടീഷ് ഇന്ത്യയിൽ സെൻട്രലൈസേഷൻ നടത്തി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയെ കൊണ്ടുവന്നത്. അതിനുശേഷം ഡീസെൻട്രലൈസേഷൻ സംഭവിക്കുന്നു. അപ്പൊ ഓരോ ടൈം പീരീഡിലും വാട്ട് വാസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ, അതിന്റെ റെസ്പോൺസ് ആണല്ലോ ഈ ഓരോ ആക്ടും. അപ്പോൾ നമുക്കത് കുറച്ചുകൂടി കണക്ട് ചെയ്ത് ഓർത്തു വെക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ആ റീഫോംസ് ഇവിടെ പഠിക്കാൻ പറഞ്ഞത്. പിന്നെ ഈ ബ്രിട്ടീഷ് റീഫോംസ്, എഡ്യൂക്കേഷണൽ റീഫോംസ് ഉണ്ട്, പ്രസ് റീഫോംസ് ഉണ്ട്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കമ്പാരിറ്റീവ്ലി ഇപ്പൊ കുറവാണ്. പിന്നെ ചോദിച്ചു കാണാറുള്ളത് എക്കണോമിക് ഇമ്പാക്ട്. ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ചെയ്തതിന്റെ എക്കണോമിക് ഇമ്പാക്ട് എന്ത്? അത് ബേസിക്കലി ലൈക്ക് ഇഫ് യു ഹാവിംഗ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ്, അതിന് വേണ്ടി നിങ്ങൾ പ്രത്യേക ടോപ്പിക് എടുത്ത് പഠിക്കൊന്നും വേണ്ട. മോഡേൺ ഇന്ത്യയെ പറ്റി ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ എന്തായാലും ബ്രിട്ടീഷുകാരുടെ കൊണ്ടുണ്ടാക്കിയ എക്കണോമിക് ഇമ്പാക്ട് എല്ലാം മോശമായിരിക്കും. വായിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ മോശമായി കാണുന്നതൊക്കെ എക്കണോമിക് ഇമ്പാക്ട് വരാൻ സാധ്യതയുണ്ട്. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് മതി. 2025 നമുക്ക് ഇതിന് എടുക്കാൻ ഒരു ടേക്ക് അവേ ഉണ്ട്. അതായത് ബേസിക്കലി അതിന് മുമ്പത്തെ വർഷങ്ങളിൽ ഗാന്ധിയൻ ഫേസ് എന്നുള്ള ചോദ്യങ്ങൾ, അതായത് ഗാന്ധി മൂവ്മെന്റിനെ പറ്റിയോ ഗാന്ധിയെ പറ്റിയോ അല്ലെങ്കിൽ ആ സമയത്ത് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്, സിവിൽ ഡിസോബിയൻസ് മൂവ്മെന്റ് പോലുള്ള ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു. 1-2 ഇപ്പൊ കഴിഞ്ഞ കൊല്ലം നോക്കുകയാണെങ്കിൽ NCM നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിൽ നിന്ന് തന്നെ 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഗാന്ധിയെ പറ്റി തന്നെ 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്.
അപ്പൊ ഗാന്ധിയൻ ഫേസിലേക്ക് തിരിച്ചു പോവുകയാണോ UPSC എന്നൊരു ക്ലൂ കഴിഞ്ഞ തവണ വന്നിട്ടുണ്ട്. അപ്പൊ ഗാന്ധിയൻ ഫേസ് നല്ലോണം പഠിക്കണം. ദെൻ സോഷ്യോ റിലീജിയസ് സിവിൽ ട്രൈബൽ മൂവ്മെന്റ്, ഇത് ഇത്തിരി ഫാക്ച്വൽ ആണ്. സോഷ്യോ റിലീജിയസ് സിവിൽ ട്രൈബൽ മൂവ്മെന്റ് പഠിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ യു ഷുഡ് ബി മേക്കിംഗ് ഫ്രെയിം വർക്ക് ടു സ്റ്റഡി. എല്ലാ മൂവ്മെന്റും നടക്കാൻ ഒരു കാരണം ഉണ്ടാവും, അവിടുത്തെ ഒരു ട്രിഗറിംഗ് പോയിന്റ് ഉണ്ടാവും, കോസ് ഉണ്ടാവും. അവിടെയും കോസ് എന്താണെന്ന് പഠിക്കണം. സെക്കൻഡ്ലി, ഏത് ടൈം പീരീഡ് ആണ്, ഏത് ഭാഗത്താണ് നടക്കുന്നത്, വിച്ച് റീജിയൻ, ഏത് ടൈം പീരീഡ്, ഹു വാസ് ദി ലീഡർ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിൽ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഹു വാസ് ദി ലീഡർ, ഹു ആർ ദി ലീഡേഴ്സ്. ദെൻ ആ മൂവ്മെന്റ് എൻഡ് റിസൾട്ട് എന്തായിരുന്നു, ബ്രിട്ടീഷ് റെസ്പോൺസ് എന്തായിരുന്നു, എൻഡ് റിസൾട്ട് എന്തായിരുന്നു. ഇങ്ങനെ ഒരു 5 പോയിന്റ് ആയിട്ട് നമ്മൾ ആ മൂവ്മെന്റ്സ് ഡിവൈഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ പറ്റും. സോ സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സ്, ദെൻ ഇമ്പോർട്ടന്റ്ലി പേഴ്സണാലിറ്റീസ്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം രാജാറാം മോഹൻ റോയിനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ലൈക്ക് സിഗ്നിഫിക്കന്റ് ആയ റിലീജിയസ് റീഫോമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അല്ലാതെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പേഴ്സണാലിറ്റി. അപ്പൊ പേഴ്സണാലിറ്റീസിന് വേണ്ടി നിങ്ങൾ പഠിക്കാനായിട്ട് അതിനുവേണ്ടി ആൾക്കാരെ പറ്റി ഇരുത്തി വായിക്കൊന്നും വേണ്ട. സ്പെക്ട്രത്തിൽ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ലൈക്ക് കുറച്ച് ക്യാച്ച് ചെയ്ത് തോന്നുന്ന കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കാം. ഓരോരുത്തരുടെയും ഐഡിയോളജി എന്തായിരുന്നു ഓർത്ത് വെക്കാം. ഓക്കെ, ജനറലി വായിച്ചു പോവാതെ ഒരു ഐഡിയോളജി ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ അംബേദ്കർ എടുത്തു കഴിഞ്ഞാൽ അംബേദ്കർ നമുക്കറിയാം ലൈക്ക് ആള് കുറച്ചുകൂടി ലീഗൽ കാര്യങ്ങൾ നോക്കുന്ന ഒരാളായിരുന്നു. ഹി ബിലീവ്ഡ് ഇൻ അനിലേഷൻ ഓഫ് കാസ്റ്റ്. കാസ്റ്റേ വേണ്ട, കാസ്റ്റ് സിസ്റ്റമേ വേണ്ട എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അംബേദ്കർ. അപ്പൊ അംബേദ്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദ്യം വരുമ്പോൾ അത് മോസ്റ്റ്ലി അനിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന രീതിയിലായിരിക്കും അതിൽ ആൻസേഴ്സ് വരാൻ സാധ്യത. നേരെ മറിച്ച് ഗാന്ധി ആണെങ്കിൽ കാസ്റ്റ് റീഫോംസ് വേണമെന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ അങ്ങനെ ലൈക്ക് വെൻ യു റീഡ് ത്രൂ ദിസ്, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇത് വായിച്ച ശേഷം there will be some topics in modern India that you will forget, highly factual നമ്മൾ പഠിച്ചാൽ മറന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ടോപ്പിക്സ് നമ്മൾ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കാൻ വേണം, ഫോർ ദി ലൈക്ക് വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ വീണ്ടും വായിക്കാനായിട്ട്. ഓക്കെ, ആഫ്റ്റർ മോഡേൺ ഇന്ത്യ യു ഗോ ഫോർ എൻവയോൺമെന്റ്. 10 to 15 questions every year, എല്ലാ കൊല്ലവും ചോദിക്കും. എൻവയോൺമെന്റ് റൗണ്ട് 1 6 days, റൗണ്ട് 2 3 days ആണ്. അത് പറയാൻ കാരണം എൻവയോൺമെന്റ് ബേസിക്സ് എങ്ങനെയാണ് കൂടുതലായിട്ട് UPSC ആസ്ക് ക്വസ്റ്റ്യൻ അബൌട്ട് കറന്റ് അഫയേഴ്സ്. നമ്മൾ എക്കണോമിയിൽ പറഞ്ഞ പോലെ കറന്റ് അഫയേഴ്സിൽ നിന്ന് ബേസിക്സിലേക്ക് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, കറന്റ് അഫയേഴ്സിൽ നിന്ന് ബേസിക്സിലേക്ക് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. എൻവയോൺമെന്റ് ബേസിക്സ് എന്ന രീതിയിൽ നമുക്ക് പഠിക്കാൻ വളരെ കുറച്ചേ ഉള്ളൂ. ഇനി പിന്നെ ഡെവലപ്പ് ചെയ്ത് കറന്റ് അഫയേഴ്സുമായി ചുറ്റും സംഭവിച്ചു വരുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ കഴിഞ്ഞൊരു 5 6 7 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, എല്ലാ കൊല്ലവും ചോദിക്കുന്നതിൽ 30 to 40% ക്വസ്റ്റ്യൻസ് ഈസ് റിഗാർഡിംഗ് സ്പീഷീസ്. ആ ഒരു വർഷം ന്യൂസിൽ വന്ന സ്പീഷീസിനെ പറ്റിയിട്ടാണ് ഓൾമോസ്റ്റ് 30 to 40% എല്ലാ വർഷവും. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ നിങ്ങൾക്ക് എഴുതില്ല, സ്പീഷീസിനെ പറ്റി ചോദിക്കും. സ്പീഷീസിനെ പറ്റി ഇൻ ഡെപ്ത് ആയിട്ട് അവരുടെ ബയോളജിക്കൽ നെയിം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിക്കൊന്നും വേണ്ട. സ്പീഷീസിനെ പറ്റി ലൈക്ക് എന്തുകൊണ്ട് ആ സ്പീഷീസ് ന്യൂസിൽ വന്നു, ആ കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ആ സ്പീഷീസിന്റെ ഒരു ചിത്രം നോക്കി വെക്കുക, അത് ഏത് ഫാമിലിയിൽ പെട്ടുന്നതാണ്, എന്താണ് എന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. Then UPSC ask about the environmental issues. Generally നമ്മൾ അനാലിസിസ് നോക്കുകയാണെങ്കിൽ എല്ലാ കൊല്ലവും ഇപ്പൊ 10 to 15 ക്വസ്റ്റ്യൻസ്, സപ്പോസ് ലെറ്റ്സ് സേ ഒരു 14 ക്വസ്റ്റ്യൻസ് വന്നു വിചാരിക്കാം. അതിലൊരു 5 to 6 ക്വസ്റ്റ്യൻസോളം സ്പീഷീസ് ബേസ്ഡ് ആയിരിക്കും. സ്പീഷീസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് 5 to 6 ഉണ്ടാവുക. വി ഹാവ് അറൌണ്ട് ഒരു 3 ക്വസ്റ്റ്യൻസോളം ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ചിന്റെ മിറ്റിഗേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ UNFCCC എല്ലാ വർഷവും COP ഉണ്ടാവാറുണ്ട്. ഇപ്പൊ COP 30 കഴിഞ്ഞു. അതാത് COPയിൽ വന്ന അപ്ഡേറ്റ്സിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷനെ പറ്റിയുള്ള ചോദ്യങ്ങൾ എല്ലാ 3 ചോദ്യങ്ങളും. Then we have around 2 to 3 questions regarding pollution. പൊല്യൂഷനിൽ കൂടുതൽ ചോദിക്കുന്ന പൊല്യൂട്ടൻസിനെ പറ്റിയിട്ടാണ്. ഒരു പൊല്യൂട്ടന്റെ സോഴ്സ് എന്താണ്, കോസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ദെൻ എൻവയോൺമെന്റ് ടെക്നോളജി യൂഷ്വലി ഒരു ചോദ്യമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് മിക്കതും കറന്റ് അഫയേഴ്സ് ബേസ്ഡ് ആണ്. അപ്പൊ ആ കറന്റ് അഫയേഴ്സിലേക്ക് കുറച്ച് കോൺസെപ്റ്റ് നമ്മുടെ വളരെ കുറച്ച് ശ്രദ്ധ ഇവിടെ കൊടുക്കണം. ബേസിക്സ് ഒന്ന് വായിച്ച് സെറ്റ് ചെയ്ത ശേഷം കറന്റ് അഫയേഴ്സ് കൂടുതൽ വായിക്കുക. നമ്മൾ പഠിക്കാറുള്ള എക്കോട്ടോൺ അല്ലെങ്കിൽ ഫുഡ് ചെയിൻ, എക്കോളജിക്കൽ പിരമിഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ UPSC ഇങ്ങനെ ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കുറച്ചധികം നാളുകളായി. ഓക്കെ, ഇപ്പൊ എൻവയോൺമെന്റ് റൗണ്ട് 1 6 days, റൗണ്ട് 2 3 days. Then science and technology, again next important part. Round 1 6 days, round 2 3 days. 10 to 15 questions ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ബട്ട് മേജർലി 10 days എന്ന രീതിയിലാണ്, 10 ക്വസ്റ്റ്യൻ രീതിയിലാണ് കൂടുതൽ വരിക.
80% ഓഫ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ കറണ്ട് അഫയേഴ്സ്. ബേസിക് സയൻസ് എന്നുള്ള ചോദ്യങ്ങൾ 2 എണ്ണമൊക്കെയാണ് മേജർലി വരിക. കറണ്ട് അഫയേഴ്സ് അതേപോലെ സയൻസ് ഇൻ എവരിഡേ ലൈഫ് എന്ന രീതിയിലാണ് വരിക. കറണ്ട് അഫയേഴ്സിൽ കൂടുതൽ വി ക്യാൻ സീ ക്വസ്റ്റ്യൻസ് ഫ്രോം സ്പേസ് ടെക്നോളജി, ഡിഫൻസ് ടെക്നോളജി, ഹെൽത്ത് ആൻഡ് മെഡിസിൻ, ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? കറണ്ട് അഫയേഴ്സിലേക്ക് കുറച്ച് ശ്രദ്ധ കൊടുക്കണം. അപ്പോ എൻവയോൺമെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള സബ്ജക്ട്സിലാണ് കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയ കാര്യങ്ങൾ കൂടുതൽ വരുന്നത്. അപ്പൊ ഈ 100 days കൊണ്ട് നമ്മളിപ്പോ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കമ്പാരിസൺ വായിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ആ കമ്പാരിസൺ നിങ്ങൾ വായിക്കുന്ന സമയത്ത് എങ്ങനെ ഇത് 100 days തീർക്കും? അപ്പോ വെൻ യു ഗോ ഫോർ ദി കറണ്ട് അഫയേഴ്സ്, ഏറ്റവും ഫസ്റ്റ് ലിമിറ്റ് ദ റിസോഴ്സ്. ലിമിറ്റ് ദ റിസോഴ്സ് മീൻസ് സം ഓഫ് യു മൈറ്റ് ഹാവ് ടേക്കൺ നോട്ട്സ്, അങ്ങനെയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പാരിസൺ കംഫർട്ടബിൾ ആവുന്നെങ്കിൽ അത് മാത്രം. അവിടെ 100 പേജ് തന്നിരിക്കുന്ന ആ ഒരു കമ്പാരിസണിൽ 100 പേജും വായിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഉപകാരം ഉണ്ടാവില്ല. കാരണം അത് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു തവണയും കൂടി റിവൈസ് ചെയ്യാൻ പറ്റുന്ന പോലെ ആയിരിക്കും നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുണ്ടാവുക. ഇപ്പൊ യൂഷ്വലി എല്ലാവരും ചെയ്യുക ഒരു പെർട്ടിക്കുലർ മന്ത് എടുക്കും. ജാനുവരി എടുക്കാം, ജാനുവരിയിലെ കറണ്ട് അഫയേഴ്സ് അങ്ങ് വായിക്കും. പിന്നെ ആ ജാനുവരിക്ക് മടങ്ങി വരാൻ സമയമില്ല, കാരണം എന്താ ഫെബ്രുവരി വായിക്കണം, അല്ലെങ്കിൽ ഡിസംബർ ആയി മുമ്പിലേക്ക് പിന്നിലേക്കാണ് ഡിസംബർ വായിക്കണം. അപ്പൊ അങ്ങനെ വായിച്ചു പോകുന്നതിൽ ഇനിയുള്ള 100 ദിവസം കൊണ്ട് വലിയ എഫക്ട് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇൻസ്റ്റഡ് സ്റ്റഡി സബ്ജക്ട് വൈസ് കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് ഇഫ് യു ആർ ഡിപ്പെൻഡിങ് അപ്പോൺ ദി കമ്പൈലേഷൻ, നിങ്ങൾ എൻവയോൺമെന്റ് പഠിക്കുന്ന സമയത്ത് യു ഗോ ഫോർ ദി എൻവയോൺമെന്റ് കറണ്ട് അഫയേഴ്സ് ഓൺലി. കമ്പൈലേഷനിൽ കൃത്യമായിട്ട് ടോപ്പിക് വൈസ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ നിങ്ങൾ എടുക്കുന്നു, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇഫ് സ്റ്റഡിങ് ഫ്രം ജൂൺ 2025 ജൂൺ തൊട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ആദ്യം ജൂണിലെ എൻവയോൺമെന്റ് മാത്രം വായിക്കാം, ജൂലൈയിലെ എൻവയോൺമെന്റ് മാത്രം വായിക്കാം. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ തീർക്കുവാനും പറ്റും. നിങ്ങൾ ആ ബേസിക് കണ്ടന്റ് പഠിച്ചതിനൊപ്പം തന്നെ വായിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ കണക്ട് ചെയ്യാനും ഓർത്ത് വെക്കാനും പറ്റും. സോ ദിസ് ഇസ് ദ മെത്തേഡ്. യു ക്യാൻ സ്റ്റഡി സബ്ജക്ട് വൈസ് rather than studying based on months. Then focus as per UPSC demand. ഞാൻ പറഞ്ഞല്ലോ, സയൻസ് ആൻഡ് ടെക്നോളജി 80% കറണ്ട് അഫയേഴ്സ് ആണ്. എൻവയോൺമെന്റിൽ നിന്നും മെജോറിറ്റി കറണ്ട് അഫയേഴ്സ് ആണ് വരിക. ഈ 2 സബ്ജക്റ്റിന്റെ കറണ്ട് അഫയേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ മന്ത്ലി പോകുമ്പോൾ ബേസിക്കലി നിങ്ങൾ പലതും മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. സബ്ജക്ട് വൈസ് പോകുമ്പോൾ ദാറ്റ് വുഡ് ബി ഹെൽപ്പ്. Then you go for economy. Then you can go for international relations. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പൊളിറ്റിയിൽ ഇപ്പൊ 15 ക്വസ്റ്റ്യൻസ് വരുന്നതിൽ 12 ചോദ്യങ്ങൾ ലക്ഷ്മികാന്ത് സ്ട്രോങ് ആയിട്ട് വായിച്ച് ഉത്തരം എഴുതാൻ പറ്റും. പക്ഷെ അത് കറണ്ട് അഫയേഴ്സ് വായിക്കുമ്പോൾ റിവിഷനാവും, കണക്ഷനും കിട്ടും. അത് വായിക്കേണ്ടെന്നല്ല, ബട്ട് അവിടെ നിങ്ങൾ അത് വായിക്കുന്നതിനേക്കാൾ പ്രയോറിറ്റി എവിടെ കൊടുക്കണം? സയൻസ് ആൻഡ് ടെക്കിന്റെയും എൻവയോൺമെന്റിന്റെയും കറണ്ട് അഫയേഴ്സ് വായിക്കുവാൻ കൊടുക്കണം. കാരണം ഇവിടെയാണ് നമുക്ക് അത് റിവാർഡ് കിട്ടുക. ഡയറക്ട്ലി കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങൾ വരുന്ന ടോപ്പ് സബ്ജക്ട്സ് ഇതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വായിച്ച ശേഷം യു വിൽ ബി ടേക്കിംഗ് ടെസ്റ്റ് എടുക്കുന്ന കാര്യം ഞാൻ ഡീറ്റെയിലായിട്ട് പറയാം. ആ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് യു ഷുഡ് ബി ലേണിംഗ് ഫ്രം ദി ടെസ്റ്റ് കണ്ടന്റ്സ് ആസ് വെൽ. ടെസ്റ്റിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ബേസ് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ തിങ്ക് ചെയ്യുന്നു, നിങ്ങൾ അത് ആൻസർ ചെയ്യാൻ നോക്കുന്നു, നിങ്ങളുടെ കോൺസെപ്റ്റ് ആൻസർ ചെയ്യാൻ നോക്കുന്നു, കിട്ടുന്നില്ല, തെറ്റുന്നില്ല, പുതിയ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് പഠിക്കുക. അങ്ങനെ കറണ്ട് അഫയേഴ്സ് ലിമിറ്റ് ചെയ്ത് മാത്രം പഠിക്കുക. ഒരുപാട് ഡെപ്തിലേക്ക് ഇറങ്ങി ചെന്ന് കംപ്ലീറ്റ്ലി വായിക്കുവാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇതാണ് ഒരു 100 days ഒരു ബേസിക് പ്ലാൻ. സീസാറിനെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, അത് ഞാൻ പറയാം. സോ ലൈക്ക് ഈ ഒരു പ്ലാൻ കേട്ടിട്ട് എന്ത് തോന്നുന്നു? വാട്ട് ഡു യു തിങ്ക്? ആരെങ്കിലും ഒന്ന് പറയോ? എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ ചോദിക്കാം. ഞാൻ 1 മണിക്കൂർ ഇങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും പറയാനില്ല എന്നോട്. നല്ലതാണ് സാർ, നോക്കിയപ്പോ ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. ഓക്കെ, ഇത് ഈ PPT ഒന്ന് ഷെയർ ചെയ്യൂലേ സാറേ ഗ്രൂപ്പിൽ? ഓക്കെ, പിന്നെ നോക്കാം. വേറെ മോഡൽ ഇന്ത്യ സ്പെക്ട്രം മസ്റ്റ് ആണോ? സ്പെക്ട്രം മസ്റ്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നല്ല. ഓൾമോസ്റ്റ് 80% ക്വസ്റ്റ്യൻ സ്പെക്ട്രം വായിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റും. ആൻഡ് that was my first to go place for prelims. ഞാൻ അതാണ് വായിച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് സ്പെക്ട്രത്തിന് ഹിറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞത്. ജോഗ്രഫി ഏത് ബുക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ജോഗ്രഫി ഇഫ് യു ആർ ടേക്കൺ സം ക്ലാസ് നോട്ട്സ് പ്ലസ് 11th 12th NCERT. ഒരുപാട് മറ്റു പുസ്തകങ്ങളിലേക്ക് പോകണ്ട. 11th 12th NCERT വായിച്ചാൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ഇന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ലൈക്ക് വാട്ട് യു ഫീൽ അബൌട്ട് ദിസ് പ്ലാൻ? ഫസ്റ്റ് റിവിഷൻ ഫുള്ള് വായിക്കാൻ നോക്കണമോ? ഫസ്റ്റ് റിവിഷനിൽ ഫുള്ള് വായിക്കുകയല്ല വേണ്ടത്.
ഫസ്റ്റ് റിവിഷനിൽ നമുക്ക് ടോപ്പിക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അത് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇങ്ങനെ ഈ 100 ഡേയ്സിൽ പലരും സ്റ്റക്കായി നിൽക്കുന്നതുകൊണ്ട് വി ഹാവ് ഡെവലപ്ഡ് എ പ്രോഗ്രാം ഫോർ ദാറ്റ്. ഒരു അങ്ങനെ 100 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ബേസിക്കലി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് വി ഹാവ് നെയിം ദ പ്രോഗ്രാം ആസ് റൈസ് അപ്പ് പ്രിലിം സ്റ്റാർ. ഓക്കെ, പ്രിലിം സ്റ്റാർ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു പോൾ സ്റ്റാർ പോലെ നിങ്ങൾക്ക് ആ ഒരു വാക്ക് കിട്ടാനായിട്ട് റെക്കോർഡിംഗ് കിട്ടും കേട്ടോ. സോ അവിടെ നമ്മൾ ഒരു 100 ഡേയ്സ് ഷെഡ്യൂൾ ബേസിക്കലി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഡേ 1 തൊട്ട് ഡേ 100 വരെ ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വി ഹാവ് മേഡ് എ പ്ലാൻ, കംപ്ലീറ്റ് പ്ലാൻ, 100 ഡേയ്സ് പ്ലാൻ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓരോ ടോപ്പിക്സിലും നിങ്ങൾ എന്ത് ടോപ്പിക് പഠിക്കണം, ജസ്റ്റ് സബ്ജക്ട് അല്ല, എന്ത് ടോപ്പിക് പഠിക്കണം എന്നുള്ള ബേസിൽ വി ഹാവ് ക്രിയേറ്റഡ് എ വെൽ ക്യൂറേറ്റഡ് പ്ലാൻ. അപ്പോൾ ആ ഒരു പ്ലാൻ അനുസരിച്ച് നമ്മൾ എങ്ങനെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡേ 1 എടുത്തു. ഡേ 1 ഇപ്പൊ ഇന്ത്യൻ പൊളിറ്റിയിൽ നിങ്ങൾക്ക് കവർ ചെയ്യുന്ന ടോപ്പിക്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി തൊട്ട് സേലിയൻ ഫീച്ചേഴ്സ് തൊട്ട് പ്രിയാമ്പിൾ വരെ. സോ മോർണിംഗ് നിങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു സിലബസ് ബ്രീഫ് തരും. നിങ്ങൾ എത്ര ടോപ്പിക്സിൽ എന്തൊക്കെ വായിക്കണം, എവിടെ വായിക്കണം, എത്ര വായിക്കണം, കൃത്യമായിട്ട് ടോപ്പിക് തരും. സോ അത് നിങ്ങൾ വായിക്കുക. അത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈ ദി ഈവനിങ് അറൌണ്ട് 7 PM വിൽ ബി ഹാവിംഗ് ആൻ RRR സെഷൻ. സോ ആ ഒരു RRR സെഷനിൽ ബേസിക്കലി അന്ന് നിങ്ങൾ പഠിച്ച ടോപ്പിക്കിന്റെ കൺസോൾട്ടേഷൻ അവിടെ നടക്കും. അതായത് ഒരു എക്സ്പെർട്ട് മെന്റർ ഇരുന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, അത് ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത്, അപ്പൊ ഈ രീതിയിലൊക്കെയാണ് നിങ്ങൾ അത് നോക്കിയിട്ടുണ്ടാവുക, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ. ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഡേ അനാലിസിസ് ആണ്. നമുക്കൊരു റാപ്പിംഗ് അപ്പ് സെഷൻ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ഒരു RRR സെഷൻ ഉണ്ടാവും. Then we have also included വാല്യൂഡേഷൻ ക്ലാസ്, അതായത് സബ്ജക്ട് എക്സ്പേർട്സ് എടുക്കുന്ന UPSC റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഫണ്ടമെന്റൽ റൈറ്റ്സ് DPSP, അല്ലെങ്കിൽ പൊളിറ്റിയിലെ എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ ഇപ്പോ എക്കണോമിയിൽ കോൺസെപ്റ്റിലായി ചോദിക്കുന്ന മോണിറ്ററി പോളിസി, ദെൻ അങ്ങനെയുള്ള ടോപ്പിക്സ് വി ഹാവ് ഇൻക്ലൂഡഡ് ദി വാല്യൂഡേഷൻ ക്ലാസ്സസ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ ഡേ 16 ഇപ്പോ ആൻഷ്യന്റ് മിഡീവൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, പക്ഷെ അതിന്റെ ക്രോണോളജി നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ടാവില്ല. സോ ടൈം ലൈൻ ആൻഡ് പൊളിറ്റിക്കൽ ക്രോണോളജി, അതിന്റെ സെഷൻ അതെങ്ങനെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ബുദ്ധിസം ജൈനിസം, പലർക്കും മെറ്റീരിയൽ ഇല്ലാതെ പുതിയ കുട്ടികൾ പറയാറുണ്ട്, ബുദ്ധിസം ജൈനിസിന്റെ സെഷൻ. അപ്പൊ അതേപോലെ ഓരോ സബ്ജക്റ്റിലെയും സിഗ്നിഫിക്കന്റ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ആ കോൺസെപ്റ്റൽ ക്ലാരിറ്റി വേണ്ട ഭാഗത്തിന്റെ വി വിൽ ബി ഹാവിംഗ് ദി RRR സെഷൻ. ഞാൻ പറഞ്ഞ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന വാല്യൂഡ് സെഷൻ ഇൻക്ലൂഡ് ചെയ്തത്. ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ, ഇമ്പോർട്ടൻസ് പ്രൊട്ടക്റ്റഡ് സ്പീഷീസ്, അങ്ങനെ വീക്ക്ലി യു വിൽ ബി അറൌണ്ട് ഹാവിംഗ് ഒരു 4 hours ക്ലാസ്സസ് ഫോർ ദാറ്റ്. Along with that, we will have also included current affairs sessions. Prelims exclusive ആയിട്ട് ഒരു വർഷത്തെ കംപ്ലീറ്റ് കറന്റ് അഫയേഴ്സ് സെഷൻസും ഇതിൽ വരുന്നുണ്ടാവും. എന്നിട്ട് ബൈ ദി ഇപ്പൊ നമ്മൾ നോക്കുക, നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയാണ് ഫസ്റ്റ്, നമ്മൾ 10 days ആണ് പൊളിറ്റിക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് 6 days നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റിയിൽ ഇത്രയും ടോപ്പിക് ഓരോ ദിവസം ഇത്രയും പഠിക്കുന്നത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ on the 7th day you will be having a test on Indian polity. ഒരു ഫുൾ ടെസ്റ്റ്, 100 ക്വസ്റ്റ്യൻ ടെസ്റ്റ്. അതിനുശേഷം നിങ്ങൾ എക്കണോമി നോക്കും 6 days. ദെൻ ആൻഷ്യന്റ് മിഡീവിയൽ, ജോഗ്രഫി, ഇങ്ങനെ എല്ലാ സബ്ജക്റ്റും പോകും. പൊളിറ്റിക്ക് നമ്മൾ 10 days ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ 6 days എല്ലാം കംപ്ലീറ്റ് ചെയ്തുള്ളൂ. നമ്മൾ വീണ്ടും വരും പൊളിറ്റിയിലേക്ക്. ഓക്കെ, ഇന്ത്യൻ പൊളിറ്റി. എക്കണോമിക്ക് നമ്മൾ ഒരു പാർട്ടിക്കൽ നമ്പർ ഡേസ് കൊടുത്തിട്ടുണ്ട്, അതൊരു വീക്ക് കൊണ്ട് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ പൊളിറ്റിയും എക്കണോമിയും ചേർന്നിട്ട് വീണ്ടും ഒരാഴ്ച. ദെൻ യു വിൽ ബി അഗൈൻ ഹാവിംഗ് എ ടെസ്റ്റ്. അങ്ങനെ വി കംപ്ലീറ്റ് ദ ഫസ്റ്റ് റൗണ്ട് ബൈ day 59. Then you go for the second round. കണ്ടോ, വീണ്ടും പൊളിറ്റി വന്നു സെക്കൻഡ് റൗണ്ടില്. അപ്പൊ അവിടെ നമ്മൾ 10 ദിവസം കൊടുത്തിട്ടുണ്ട്, ഇവിടത്തെ ദിവസമാണ് 5 ദിവസമേ കൊടുത്തിട്ടുള്ളൂ. Then you will be having a full test. Then economy second round വരുന്നു, full test. ഇവിടെ ഒക്കെ you will be having the valuation sessions ഉണ്ടാവും. A significant മൗര്യ ഗുപ്ത പീരീഡ്, സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി, ഇപ്പോ ആർട്ട് ആൻഡ് കൾച്ചർ, ഇന്തോ ഇസ്ലാമിക് ആർക്കിടെക്ചർ, ഇപ്പൊ ഗാന്ധിയൻ ഫേസ്. അതായത് നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സിഗ്നിഫിക്കന്റ് ആയ ടോപ്പിക്കിന്റെ എക്സ്പ്ലനേഷൻസ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ വി ഹാവ് അറേഞ്ച്ഡ് എ പ്രോഗ്രാം, 100 days പ്രോഗ്രാം. ഒരു കംപ്ലീറ്റ് രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ പവർ പാക്ഡ് ആയിട്ട് 100 days കംപ്ലീറ്റ് ചെയ്യാന്ന് വരുന്ന പ്രോഗ്രാം, ദാറ്റ് ഇസ് റൈസ് അപ്പ് പ്രിലിം സ്റ്റാർ എന്ന പ്രോഗ്രാം ഉണ്ട്. 100 days പ്രോഗ്രാം ആണ്. വി വാണ്ട് എവ്രി വൺ ടു ബി കൺസിഡർ ദ ലാസ്റ്റ് 100 days. സോ ഫീസ് നിങ്ങൾ വലിയ വിചാരിക്കുന്ന വലിയ ഫീസ് ഒന്നുമില്ല. ഇറ്റ്സ് ഓൺലി 1499, 1500 rupees ആണ് ഫീ വരുന്നുള്ളൂ. സോ ഇൻട്രസ്റ്റഡ് യു ക്യാൻ കോൺടാക്ട് ദി ഓഫീസിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ പ്രൊസീജിയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഐ ജസ്റ്റ് വാണ്ട് ടു ഇൻട്രൊഡ്യൂസ് ദിസ് പ്രോഗ്രാം. ഓക്കെ, സോ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് തിരിച്ച് സ്ട്രാറ്റജിയിലേക്ക് പോവാം. സോ ഓക്കെ, ആഫ്റ്റർ കറന്റ് അഫയേഴ്സ് ചോദിക്കാറുണ്ടോ? ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ഇനി ആസ് ഐ ടോൾഡ് യു, ഒരുപാട് പേർക്ക്
വില്ലനായി നിൽക്കുന്നതാണ് സിസാറ്റ്. സോ സിസാറ്റ് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം? സോ സിസാറ്റ്, ഇവിടെ ഞാനത് സിസാറ്റിനെ സെപ്പറേറ്റ് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെയല്ല സിസാറ്റിന്റെ അവസ്ഥ. സം പീപ്പിൾ വിൽ ബി സ്ട്രോങ്, സം പീപ്പിൾ വിൽ ബി ഹാവിങ് സം ഇഷ്യൂസ്. സോ ലൈക്ക് അത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, യു നീഡ് ടു ഐഡന്റിഫൈ വേർ യു ആർ സ്റ്റാൻഡിങ്. സിസാറ്റിൽ എവിടെയാണ് നിങ്ങൾ സ്റ്റാൻഡ് ചെയ്യുന്നത്, വാട്ട് ഈസ് യുവർ കറന്റ് സ്റ്റേറ്റസ് എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, വാട്ട് ഈസ് യുവർ കറന്റ് സ്റ്റേറ്റസ്? അപ്പൊ അതിനെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഗോ ഫോർ 2025-ലെയും 2024-ലെയും സിസാറ്റ് എടുക്കണം. ആൻഡ് ഓൾസോ ഇഫ് യു ആർ ഗെറ്റിംഗ് ടൈം, ഡു വൺ മോർ 2022. ഈ 3 വർഷം സിസാറ്റ് എടുത്തിട്ട് ഒരു 2 hours എക്സാം പോലെ ഒന്ന് എഴുതി നോക്കുക. എഴുതി നോക്കിയിട്ട് ഇഫ് യു ആർ ഏബിൾ ടു സ്കോർ, എക്സാം പോലെ തന്നെ എഴുതണേ, ലൈക്ക് അല്ലാതെ അതിനിടയിൽ ബ്രേക്ക് എടുക്കരുത്, ഒന്നും ചെയ്യരുത്. എന്നിട്ട് ഇഫ് യു ആർ ഏബിൾ ടു സ്കോർ ലൈക്ക് ഒരു 85+ ഇൻ ഓൾ 3, then you are comparatively safer in CSAT. അപ്പൊ നിങ്ങൾ സിസാറ്റിന് അധികം ടൈം അവിടെ അലോക്കേറ്റ് ചെയ്യേണ്ടെന്നാണ് അർത്ഥം. ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് വീക്ക്ലി ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതിയാവും. നേരെ മറിച്ച് ഇഫ് യു ആർ ഫോളോയിങ് ബിറ്റ്വീൻ 66 to 85, അവിടെ നിങ്ങൾ ലൈക്ക് കംപ്ലീറ്റ്ലി സേഫ് അല്ല. നിങ്ങൾ കുറച്ചും കൂടി ടൈം അലോക്കേറ്റ് ചെയ്യണം. മേ ബി ആൾട്ടർനേറ്റ് ഡേയ്സിലോ 2 days കൂടുമ്പോഴോ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം സിസാറ്റിന് നിങ്ങൾ അലോക്കേറ്റ് ചെയ്യുന്നു. ഇഫ് യു ആർ കൺസിസ്റ്റന്റ്ലി സ്കോറിംഗ് ബിലോ 66 in the 3 examination, then ഡെയിലി നമുക്ക് സിസാറ്റിന് ടൈം അലോക്കേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഡെയിലി പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഒരു സ്ലോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സിസാറ്റിന് മാറ്റി വെക്കണം. ഒരു സ്ലോട്ട് എന്ന് പറയുമ്പോൾ മേ ബി ലൈക്ക് 1.5 hours, 1 hour 1.5 hour ഡെയിലി മാറ്റി വെക്കണം. കാരണം ഡെയിലി പ്രാക്ടീസ് നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തതുകൊണ്ടാണോ, ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണോ, അതോ സ്പീഡ് കുറഞ്ഞിട്ടാണോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോ ലൈക്ക് എന്താണ് നിങ്ങളുടെ ഇഷ്യൂ എന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട്, അതാണ് ഐഡന്റിഫൈ വേർ ടു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ഡെയിലി പ്രാക്ടീസ് അനുസരിച്ച് ചെയ്യണം. ദെൻ പൊതുവെ എല്ലാവർക്കും കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോറ്റു കൊടുക്കാൻ മടിയുള്ള ആൾക്കാരായിരിക്കുമല്ലോ നമ്മൾ മിക്കവരും. അപ്പൊ നമ്മളൊരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ അത് ലീവ് ചെയ്യാൻ നമുക്ക് ഭയങ്കര പാടാണ്. ലീവ് ചെയ്യാൻ ഭയങ്കര പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡോണ്ട് ലീവ്, വി ട്രൈ ടു സോൾവ് ദാറ്റ് പ്രോബ്ലം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലക്ഷ്യം 80 ചോദ്യവും ആൻസർ ചെയ്ത് 200 മാർക്ക് വാങ്ങിക്കലല്ല. നമ്മുടെ ലക്ഷ്യം 66 മാർക്ക് വാങ്ങിക്കലാണ്. അപ്പൊ നിങ്ങൾ 80 ചോദ്യത്തിൽ പരീക്ഷ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ 55 ചോദ്യത്തിൽ പരീക്ഷ എഴുതിയാൽ മതി. 80 ചോദ്യത്തിൽ നിങ്ങൾ 80 ചോദ്യം നിങ്ങൾ 2 മണിക്കൂറിൽ സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് കിട്ടുന്നത് 1.5 മിനിറ്റാണ്. നേരെ മറിച്ച് 55 ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് 2 മിനിറ്റിനടുത്ത് സമയം കിട്ടും ഒരു ചോദ്യത്തിന്. സോ 55 ചോദ്യങ്ങൾ ചെയ്താൽ മതി, ഡീസന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട്. സോ ജസ്റ്റ് ഡു ദാറ്റ്. അപ്പൊ അങ്ങനെ നമ്മൾ ലീവ് ചെയ്യാൻ പഠിക്കണം. ചില ചോദ്യങ്ങൾ നമുക്ക് ചെയ്യുന്നത് കിട്ടുന്നില്ല, പാടാണ് തോന്നുന്നു, അത് നമ്മൾ ലീവ് ചെയ്യണം. അതെന്താണ്, അതെങ്ങനെ മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എവ്രിവൺ വിൽ ബി ഹാവിംഗ് ദെയർ ഓൺ സ്ട്രോങ് പോയിന്റ്സ് ആൻഡ് വീക്ക് പോയിന്റ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ നമ്പർ സിസ്റ്റത്തിൽ സ്ട്രോങ് ആയിരിക്കും, പക്ഷെ പെർമുറ്റേഷൻ കോമ്പിനേഷൻ ഞാൻ വീക്ക് ആയിരിക്കും, അല്ലെങ്കിൽ റീസണിങ് എനിക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ എന്റെ സ്ട്രോങ് ഏരിയയിലത്തെ ചോദ്യങ്ങൾ ഞാൻ ഫസ്റ്റ് ഹിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ സ്ട്രോങ് ഏരിയ ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് മാർക്ക് ചെയ്തിട്ട് അത് വേണം ഞാൻ ആദ്യം ഹിറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ മേ ബി ഒരു 3/4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് മേ ബി ഒരു 25 ചോദ്യമൊക്കെ ഞാൻ നല്ലോണം ചെയ്തിട്ടുണ്ടാവും. അവിടെ എന്റെ ആക്യുറസി കൂടുതലായിരിക്കും, കാരണം എനിക്ക് ചെയ്യാൻ സ്ട്രോങ് ഏരിയാസ് ആണ്. വീക്ക് ഏരിയ വരുന്ന ചോദ്യങ്ങൾ വിടണം, അത് പഠിക്കേണ്ടെന്നല്ല, അത് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുക. ഇഫ് ഇറ്റ്സ് ടേക്കിംഗ് മോർ ദാൻ 2-3 minutes, then you should be leaving that question, move to other questions. സിമിലർലി കോംപ്രിഹെൻഷൻസ് ട്രൈ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഡെയിലി ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം എന്ന രീതിയിൽ ഇഫ് യു ആർ സ്കോറിംഗ് കൺസിസ്റ്റന്റ്ലി ബിലോ 60 you should be spending. എന്നിട്ട് വീക്ക്ലി ട്രൈ ടു ടേക്ക് ടെസ്റ്റ്. ഒരുപാട് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ഫ്രീ അവൈലബിൾ ആണ്. വീക്ക്ലി 2 hours ടെസ്റ്റ് നിങ്ങൾ എടുക്കാം ഇഫ് യു ആർ സ്കോറിംഗ് കൺസിസ്റ്റന്റ്ലി ലെസ് ദാൻ 66. ഇവിടെ എല്ലാവരും ഒരേപോലെ ടൈം കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഓക്കെ, ആഫ്റ്റർ സിസാറ്റ് ടെസ്റ്റ് ആൻഡ് അനാലിസിസ്. എത്ര ടെസ്റ്റ് എഴുതണം, എങ്ങനെ ടെസ്റ്റ് അനാലിസിസ് ആണ്? നിങ്ങൾ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഐ പ്രിഫർ മാക്സിമം 2 tests per week. കാരണം അതിനുള്ള സമയം ഉണ്ടാവുള്ളൂ, കണ്ടന്റ് പഠിക്കണം. 2 ടെസ്റ്റ് ഒരാഴ്ച എഴുതാം. 2 ടെസ്റ്റ് ഒരാഴ്ച എഴുതാന്ന് പറഞ്ഞാൽ ടെസ്റ്റ് എഴുതുന്ന 2 മണിക്കൂർ മാത്രമല്ല, ആ ടെസ്റ്റ് എഴുതിയിട്ട് നിങ്ങൾ ഒരു അനാലിസിസ് നടത്തണം, പോസ്റ്റ് ടെസ്റ്റ് അനാലിസിസ്. അതാണ് ഗെയിം ചേഞ്ചർ. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഒരുപാട് പേര് 60 to 85 ട്രാപ്പിൽ കിടക്കുന്നു എന്നുള്ളത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഇംപ്രൂവ്മെന്റ് വരുന്നില്ല. ഇംപ്രൂവ്മെന്റ് വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റെക്ടിഫൈ ചെയ്യണം, നിങ്ങളുടെ ഇഷ്യൂസ് റെക്ടിഫൈ ചെയ്യണം.
അതിന് ഇഷ്യൂസ് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ആ ഇഷ്യൂ ഐഡന്റിഫിക്കേഷനും റെക്ടിഫിക്കേഷനുമാണ് ഈ പോസ്റ്റ് ടെസ്റ്റ് അനാലിസിസ്. ഒരു ചോദ്യം നിങ്ങൾ ശരിയാക്കിയത്, തെറ്റിയത്, അല്ലെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്തത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു കൺവിൻസിങ് റീസൺ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഇത് ഞാൻ ശരിയാക്കി, ഐ നോ ദി കണ്ടന്റ്, ഐ വാസ് 100% ഷുവർ. ഓക്കെ, എനിക്ക് ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റി, 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റി, ബാക്കി 2 ഞാൻ ഒരു വൈൽഡ് ഗസ് എടുത്തു. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അതുകൊണ്ട് എനിക്ക് ഉത്തരം കിട്ടി. ഇങ്ങനെ ചിന്തിച്ചു, തെറ്റിപ്പോയി. ചോദ്യം മനസ്സിലാക്കിയത് തെറ്റിപ്പോയി. എ ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്, ബി ആണ് ഞാൻ മാർക്ക് ചെയ്തത്. അങ്ങനെ ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് ഒരു സംഭവം വേണം, വൈ എന്നുള്ളത്. അതെന്തിനാന്ന് വെച്ചാൽ യു ഷുഡ് ബി കീപ്പിംഗ് എ റോങ് ബുക്ക്. റോങ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ടെസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾ ആ ടെസ്റ്റിൽ നിങ്ങൾ തെറ്റ് വരുത്താനുള്ള കാരണങ്ങൾ ആ ബുക്കിൽ എഴുതി വെക്കണം. ഇത് ഭയങ്കര ബാലിശമായിട്ട് തോന്നും, ബട്ട് ഇറ്റ്സ് വെരി എഫക്റ്റീവ്. എന്നിട്ട് അടുത്ത ടെസ്റ്റ് മുമ്പ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ഇടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ ബേസിക്കലി നമ്മൾ വരുത്താറുള്ള മിസ്റ്റേക്സ് എന്താണെന്ന് നമ്മൾ നമ്മുടെ ബ്രെയിനോട് പറയാണ്. സോ യു വിൽ ബി മോർ കെയർഫുൾ നെക്സ്റ്റ് ടൈം വെൻ യു ആർ റൈറ്റിംഗ് ദി എക്സാം. മനസ്സിലാവുന്നുണ്ടോ? ദെൻ എവറി ടെസ്റ്റ് ഷുഡ് ബി എ ലെസൺ. എല്ലാ ടെസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടേക്ക് അവേ വേണം, എന്നാലേ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. പരീക്ഷ എഴുതുന്നു, ഇത് ശരി, ഇത് തെറ്റ്, ഇത് ഈ കണ്ടന്റ് എനിക്ക് അറിയില്ലായിരുന്നു, ആ കണ്ടന്റ് പഠിച്ചു. കണ്ടന്റ് പഠിക്കുന്നത് ഇസ് വൺ ഓഫ് ദി പാർട്ട് ഓൺലി. തോട്ട് പ്രോസസ് എങ്ങനെ തെറ്റി, തോട്ട് പ്രോസസ് എങ്ങനെ ശരിയായി, എന്തുകൊണ്ട് ഞാൻ ഈ ചോദ്യം വിട്ടു. ഇപ്പൊ കണ്ടന്റ് അറിയാത്തതുകൊണ്ടാണ് തെറ്റിച്ചതെങ്കിൽ കണ്ടന്റ് പഠിച്ചാൽ മതി, ദാറ്റ് വിൽ ബി ഫൈൻ. കണ്ടന്റ് എനിക്ക് അറിയാമായിരുന്നു, ഈ ചോദ്യത്തിന് വേണ്ടത്രയും എനിക്ക് ഡെപ്തിൽ അറിയില്ലായിരുന്നു, അപ്പോഴും കണ്ടന്റ് പഠിച്ചാൽ മതി. കണ്ടന്റ് ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ മനസ്സിലാക്കി തെറ്റായിട്ടായിരുന്നു, അപ്പോഴും കണ്ടന്റ് പഠിച്ചാൽ മതി. അതിന് സൊല്യൂഷനായി. ചില ചോദ്യങ്ങൾക്ക് നമുക്ക് എല്ലാ ചോദ്യവും കണ്ടന്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യാം. തോട്ട് പ്രോസസ് ആണ്. ഇത് ഇങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്, പക്ഷെ കീല് പറയുന്നു ഇങ്ങനെയായിരുന്നു ചിന്തിക്കേണ്ടത്. അപ്പൊ ആ ഒരു തോട്ട് പ്രോസസ് അത് നമ്മൾ റോങ് ബുക്കിൽ നോട്ട് ചെയ്യാം. സോ ദാറ്റ് വുഡ് ബി ഹെൽപ്പിംഗ്. എല്ലാ ടെസ്റ്റിൽ നിന്നും ഒരു ലെസൺ നമുക്ക് എടുക്കാൻ പറ്റും. ദെൻ ഓഫ് കോഴ്സ് PYQ എന്ന് പറയുമ്പോൾ നോട്ട് ദി കണ്ടന്റ് ബട്ട് ദി തോട്ട് പ്രോസസ്. കണ്ടന്റ് വേണ്ടെന്നല്ല, കണ്ടന്റ് എടുക്കണോണ്ടോ, അതിൽ നിന്ന് ഒരു തോട്ട് പ്രോസസ് ആണ് നിങ്ങൾ സിഗ്നിഫൈ ചെയ്യേണ്ടത്. പ്രിലിംസ് കൺസിസ്റ്റന്റ്ലി കയറുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ദെയർ കണ്ടന്റ്. കണ്ടന്റ് വേണം, തോട്ട് പ്രോസസ് ആണ്. കണ്ടന്റിനൊപ്പം വരുന്ന തോട്ട് പ്രോസസ്. കണ്ടന്റ് നിങ്ങൾക്കും പഠിച്ചെടുക്കാൻ പറ്റും, തോട്ട് പ്രോസസ് നമ്മൾ എന്തിനാണ് ഡെവലപ്പ് ചെയ്യണം. ഐ ഹോപ്പ് സം ഓഫ് യു മൈറ്റ് ഓൾറെഡി ഗോയിങ് ത്രൂ ദി സീക്രട്ട് മൗണ്ടൈൻസ്, നമ്മുടെ 10-day പ്രോഗ്രാം. അപ്പൊ സീക്രട്ട് മൗണ്ടൈൻസിൽ ലൈക്ക് ധാരാളം എങ്ങനെയാണ് തോട്ട് പ്രോസസ് വരേണ്ടത്, എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ തോട്ട് പ്രോസസ് റിഫൈൻ ചെയ്യണം. അതാണ് ടെസ്റ്റിന്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ്. ഓക്കെ, അപ്പൊ ടെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ആ ടെസ്റ്റ് എഴുതുന്ന 2 മണിക്കൂർ മാത്രമല്ല, പോസ്റ്റ് ടെസ്റ്റ് അനാലിസിസും വേണം. അല്ലാതെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവില്ല. അതാണ് ഞാൻ 2 ടെസ്റ്റ് മാക്സിമം എഴുതാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. പൊളിറ്റി പഠിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിയുടെ 2 ഫുൾ ടെസ്റ്റ് എഴുതിക്കോ. പൊളിറ്റി സബ്ജക്ട് 2 ടെസ്റ്റ്, അതിന്റെ അനാലിസിസ് നടത്തുക. പുതിയ കണ്ടന്റ് വേണമെങ്കിൽ അത് പഠിക്കുക, തോട്ട് പ്രോസസ് തെറ്റ് ഇത് പഠിക്കുക, കറക്ഷൻസ് ഉള്ളത് മേക്ക് ചെയ്യുക, ഇത് റോങ് ബുക്കിൽ എഴുതി വെക്കുക. ആ റോങ് ബുക്ക് ഒന്നും ആരെയും കാണിക്കണ്ട, നമ്മൾ മാത്രം കണ്ടാൽ മതി. നാളെ സർവീസ് കിട്ടിക്കഴിഞ്ഞ് തിരിച്ചു നോക്കുമ്പോൾ നമുക്ക് കോമഡി ആയിട്ട് തോന്നും, പക്ഷേ ദാറ്റ് ഇസ് വെരി എഫക്റ്റീവ്. ഒരുപാട് പേർക്ക് എഫക്റ്റീവ് ആയി വന്നല്ലോ ക്യാൻസർ ആണ്. സോ ദാറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ടെസ്റ്റിന്റെ ഒരു അനാലിസിസിന്റെയും കാര്യം. ഓക്കെ, ഇനി ഫൈനലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം, മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, അവോയ്ഡ് സ്യൂഡോ സ്റ്റഡിങ്. സ്യൂഡോ സ്റ്റഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂറിന്റെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി 10 മണിക്കൂർ പുസ്തകത്തിന് മുന്നിൽ ഇരുന്നാൽ അത് സ്റ്റഡി ആവില്ല. 10 മണിക്കൂർ പുസ്തകം വായിച്ചാൽ അത് സ്റ്റഡി ആവില്ല. റീഡിങ് ആൻഡ് ലേണിംഗ് രണ്ടും 2 ഡിഫറെന്റ് പ്രോസസ്സാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വായിക്കുന്ന കാര്യം നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ബോധത്തിൽ കൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് വായിക്കട്ടെ. ആക്റ്റീവ് ലേണിംഗ് ആയിരിക്കും. ആ എടുക്കുന്ന കണ്ടന്റ് ബേസിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോലെ ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഇറ്റ്സ് നോട്ട് മിയർ റീഡിങ്, ഇറ്റ്സ് ലേണിംഗ്. ഇപ്പൊ സ്യൂഡോ സ്റ്റഡി ആണോ നിങ്ങൾ നടത്തുന്നത്, എഫക്റ്റീവ് ആയിട്ടാണോ നടത്തുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റണം. അതിന് യു ഷുഡ് ബി ഡൂയിങ് സം ആക്റ്റീവ് റീകോൾ. എന്താണ് ആക്റ്റീവ് റീകോൾ? ഈ റിവിഷൻ നടത്തുന്ന എല്ലാവരും പറയാറുണ്ട്, എങ്ങനെ റിവൈസ് ചെയ്യുന്നത്? നിങ്ങളൊരു കണ്ടന്റ് പഠിക്കുക, ആ കണ്ടന്റിൽ നിങ്ങൾ മേ ബി 5 പോയിന്റ്സ് പഠിച്ചു നോക്കുക, അല്ലെങ്കിൽ 7 പോയിന്റ്സ് പഠിച്ചു എന്ന് വിചാരിക്കുക. ഈ 7 പോയിന്റ്സ് നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു 4 പോയിന്റ് പറയാൻ പറ്റുന്നുണ്ടോ? 3 പോയിന്റ് കിട്ടുന്നുണ്ടാവില്ല. ആ 3 പോയിന്റാണ് ഒന്നുകൂടി പഠിക്കേണ്ടത്. വീണ്ടും ട്രൈ ചെയ്യാം. അപ്പൊ 6 പോയിന്റ് കിട്ടുന്നുണ്ടാവും, 1 പോയിന്റ് കിട്ടുന്നുണ്ടാവില്ല, അത് പഠിക്കുക. അങ്ങനെ നിങ്ങൾക്ക് 7 എണ്ണം പറയാൻ പറ്റുന്നവരെ പഠിക്കുക. സോ ആക്റ്റീവ് റീകോൾ നടത്തണം, ലൈക്ക് ബ്രെയിൻ ഇങ്ങനെ പണി കൊടുക്കണം. ഓക്കെ, ദെൻ ഗിവ് സെൽഫ് റിവാർഡ്സ്. നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് വെക്കണം. നമ്മളെ ഏറ്റവും നല്ല മോട്ടിവേഷൻ നമുക്ക് കിട്ടുന്ന എവിടെ നിന്നറിയാം? നമ്മളിൽ നിന്ന് തന്നെയാണ്. ഇപ്പൊ ഞാൻ വന്നിട്ട് നിങ്ങൾ പഠിക്കണം, നിങ്ങളെ കൊണ്ട് പറ്റും, യെസ് യു ക്യാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇത് എനർജി വരും. അതിന്റെ കാലാവധി ഒരു 3 ദിവസമേ ഉള്ളൂ.
ഓക്കെ, 3 ദിവസം കഴിയുമ്പോൾ പിന്നെ എനിക്കൊന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. അപ്പൊ യു ഗിവ് സെൽഫ് റിവാർഡ്സ്. പൊളിറ്റി ഞാൻ ഇത്രയും പഠിച്ചു, ഞാൻ ടെസ്റ്റ് ചെയ്തു, ടെസ്റ്റിൽ എനിക്ക് 110 കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഹാപ്പി തരുന്ന, സന്തോഷം തരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യും. അത് ചെയ്യാം. സോ അവിടെ ഒരു സന്തോഷം ഉണ്ടാകും. കാരണം യു ഹാവ് ഡൺ ദ വർക്ക്, യു ഹാവ് അച്ചീവ്ഡ് സംതിങ്, ദെൻ യു ആർ മേക്കിംഗ് യുവർ സെൽഫ് ഹാപ്പി. സോ സെൽഫ് റിവാർഡ്സ് കൊടുക്കുക. ഓക്കെ, നിങ്ങളെ തന്നെ റിവാർഡ് ചെയ്യുക. പണ്ട് ഈ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ പറയില്ലേ, നിങ്ങൾ എല്ലാവരും കൈ ഇങ്ങനെ പുറകിൽ വെച്ച് നിങ്ങളെ പുറത്ത് തന്നെ തട്ടാൻ. അപ്പൊ ഏകദേശം അതേപോലെ തന്നെ ഇതൊക്കെ സൈക്കോളജിക്കലി വർക്കിംഗ് ആണ്. ദെൻ യു ആർ യുണീക്, നെവർ കമ്പയർ. ഒരിക്കലും വേറൊരാളായിട്ട് കമ്പയർ ചെയ്യരുത്. നിങ്ങളൊക്കെ മാർക്ക് കൂടുതൽ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും, നിങ്ങളൊക്കെ കുറവ് സമയം പഠിച്ച് മാർക്ക് കൂടുതൽ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും, നിങ്ങളൊക്കെ നന്നായി കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരുണ്ടാവും, കണ്ടന്റ് അറിയുന്ന ആൾക്കാരുണ്ടാവും. ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. 12,000 13,000 പേര് പ്രിലിംസ് കയറുന്നവരിൽ ഈ ടോപ്പ് ഏറ്റവും ബ്രില്യന്റ് ആയ 12,000 13,000 ആണെന്നാണോ വിചാരം? അല്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് കണ്ടന്റ്, നോട്ട് ഓൺലി അബൌട്ട് കണ്ടന്റും നിങ്ങൾ ആ സമയത്തുള്ള ആപ്ലിക്കേഷനും ആ ഒരു ദിവസം നിങ്ങളുടെ മൂഡ്, അങ്ങനെ ഒരുപാട് കാര്യം അവിടെ ഫാക്ടർ ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രിലിംസ് കയറാനായിട്ട് ബേസിക്കലി നിങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു ബുദ്ധി, അങ്ങനത്തെ കാര്യം നിങ്ങൾ വിചാരിക്കേണ്ട. ആ പ്രോസസ്സ് ബിലീവ് ചെയ്ത് 100 days ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകും. സോ നെവർ കമ്പയർ. അത് മനുഷ്യരാണ്, നമ്മൾ കമ്പയർ ചെയ്ത് പോകും. ബട്ട് അത് നിങ്ങൾ എഫക്ട് ചെയ്യാൻ പാടില്ല. ബിക്കോസ് യു ഹാവ് എ പാത്ത് ടു ഗോ. നിങ്ങളെ പ്ലാൻ ഉണ്ട്, നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞ പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ പ്ലാൻ പ്രകാരം നിങ്ങൾക്ക് മുന്നോട്ട് പോയി അത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ യു ഹാവ് എ പ്രോസസ്, ട്രസ്റ്റ് ദി പ്രോസസ്. അതാണ് യു ആർ യുണീക്. ദെൻ അലോക്കേറ്റ് സ്റ്റഡി സ്ലോട്ട്സ്. ഇതും ബേസിക്കലി ഓരോരുത്തർക്കും മാറിക്കൊണ്ടിരിക്കും. സ്റ്റഡി സ്ലോട്ട്സ് അലോക്കേറ്റ് ചെയ്യുന്നത്. സ്റ്റഡി സ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ രാവിലെ നേരത്തെ എണീക്കുന്നവരായിരിക്കും, ചില ആൾക്കാർ വൈകി എണീക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ഇരിക്കുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെയാണോ നിങ്ങളുടെ അവസ്ഥ വെച്ചാൽ നിങ്ങൾ സ്റ്റഡി സ്ലോട്ട്സ് ചെയ്യണം. മേ ബി 2 hours in a study slots. You study for 2 hours, take 30 minutes break or 20 minutes break, again study for 2 hours, 20 minutes break. ചിലപ്പോൾ നമ്മൾ റീഡ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന ആളായിരിക്കും. അപ്പൊ ഉച്ചവരെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ maybe you go to your hostel, have lunch, sleep for ഒരു 1 hour, come back. എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ, അത് സ്ലോട്ട്സ് ഉണ്ടാക്കണം. സ്റ്റഡി സ്ലോട്ട്സ്, ആ സ്ലോട്ട്സ് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ട് ആ സ്ലോട്ട്സ് നിങ്ങൾ അച്ചീവ് ചെയ്യണം. സോ ഇറ്റ്സ് നോട്ട് ഒരു ദിവസം ഞാൻ ഇത്രയും പഠിച്ച് തീർക്കും എന്നുള്ള ഒരു ചിന്ത മാത്രമല്ല, അത് ഓരോ സ്ലോട്ടിലേക്കും ഡിവൈഡ്. ഇപ്പൊ CSAT 1.5 മണിക്കൂർ ഞാൻ പറഞ്ഞത് ചില ആൾക്കാർക്ക് വേണ്ടി വരും. അത് സ്ലോട്ടാണ്. അത് വൈകിട്ടോ രാവിലെ ഉച്ചയ്ക്ക് എപ്പോഴാച്ചാൽ അങ്ങനെ. കറണ്ട് അഫയേഴ്സ് സ്ലോട്ടാണ്. പോളിറ്റിയിൽ ഇത്രയും ഭാഗം, ഇത്രയും ഫസ്റ്റ് സ്ലോട്ടാണ്, സെക്കൻഡ് സ്ലോട്ടാണ്. അത് വേണം. പിന്നെ പല ആൾക്കാർക്കുള്ള പ്രശ്നം വെച്ചാൽ ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നുണ്ട്, പക്ഷെ ഫോക്കസ് കിട്ടുന്നില്ല, ശ്രദ്ധ കിട്ടുന്നില്ല, വേറെ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ വർക്ക്ഔട്ട് ആവുന്ന ഒന്നാണ് ഒരു ഹാൻഡ് ഹെഡ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഹാൻഡ് ഹെഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൈക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്ത് വായിക്കുമ്പോഴും സ്ക്രിബിൾ ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ സ്ക്രിബിൾ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നിങ്ങൾ പഠിക്കുകയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ അടിയിൽ വരുന്ന ആക്ടുകൾ ഏതൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 7 ആക്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു റഫ് പേപ്പറിൽ ഇങ്ങനെ ഏഴെണ്ണം, ഒരു ഫ്ലോ ചാർട്ട് പോലെ ഏഴെണ്ണം വരയ്ക്കുക. ഏഴെണ്ണം അല്ലെങ്കിൽ ഇങ്ങനെ WPA ഇല്ല, EPA അല്ലെങ്കിൽ വാട്ടർ ആക്ട്, എയർ ആക്ട്, അങ്ങനെ നിങ്ങളൊന്ന് കൈക്ക് പണി കൊടുത്തോണ്ടിരിക്കുക, ജസ്റ്റ് സ്ക്രിബിൾ ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കുക. സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ഇംപ്രൂവ് യുവർ ഫോക്കസ്. കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പറ്റും. ഓക്കെ, അത് മാത്രമല്ല തോട്ട് പ്രോസസ് അനുസരിച്ച് കയ്യിലേക്ക് വരുവാനും ദാറ്റ് ബി യൂസ്ഫുൾ ഫോർ പ്രിലിംസ് ആസ് വെൽ ആസ് മെയിൻസ്. ദെൻ നെവർ കോംപ്രമൈസ് യുവർ സ്ലീപ്പ്. ഇത് ഇപ്പോഴല്ല സംഭവിക്കുക, മേ ബി കുറച്ചുകൂടി കഴിയണം. ഒരു 45 days ഒക്കെ ബാക്കി വരുന്ന രീതിയിൽ, 1 മാസമൊക്കെ ബാക്കി വരുന്ന സമയത്ത് പഠിച്ചു തീരുന്നില്ല, ടെൻഷനായി, ഉറക്കം വരുന്നില്ല, ഇരുന്ന് പഠിക്കുക, 4 മണിക്കൂറൊക്കെ ഉറങ്ങുക, പഠിക്കുക. സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്യരുത്. കാരണം സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ യു ക്യാൻ കോംപ്രമൈസ് മിനിമം 6 hours സ്ലീപ്പ് എന്തായാലും കിട്ടണം. 6 അല്ലെങ്കിൽ 6 to 7 hours. കാരണം അത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും, പിറ്റേ ദിവസം നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. സോ സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്തിട്ടല്ല നിങ്ങൾ ടൈം കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് ടൈം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ടൈം വേസ്റ്റ് ആകുന്ന ഒരുപാട് സമയമുണ്ട്, അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വേറൊരു കാര്യം ചെയ്യാം, ദാറ്റ് വുഡ് ബി എഫക്റ്റീവ്. അതായത് സാധാരണ നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ യു ഡു ദി ഓപ്പോസിറ്റ്. നിങ്ങളൊരു 3 ദിവസത്തേക്ക് ടൈം ടേബിൾ ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 6 o'clock വേക്കപ്പ് ആണ്. 6 o'clock വേക്കപ്പ് ചെയ്തത് 7 o'clock ആക്ച്വലി ഞാൻ ബ്രഷ് ചെയ്യാൻ പോയത് അല്ലെങ്കിൽ കുളിച്ച് വന്നത്. അതിനുശേഷം 7:30 പഠിക്കാനിരുന്നത്. സോ ബേസിക്കലി 6 മണിക്ക് എന്നിട്ട് ഞാൻ 7:30 പഠിക്കായിരിക്കും. 1.5 മണിക്കൂർ ആക്ച്വലി എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട, ബട്ട് എവിടെയൊക്കെ സമയം പോകുന്നുണ്ട്. ദെൻ 7:30 തൊട്ട് ഞാനൊരു 9 വരെ പഠിച്ചു. 9 ബ്രേക്ക്ഫാസ്റ്റ് പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ 10 മണിക്കാണ് വന്നത്. 10 മണിക്ക് വന്നിരുന്ന് 10:15 പഠിച്ചു തുടങ്ങി.
ഓക്കെ, 10 പഠിച്ചു തുടങ്ങി, ഒരു 12 മണി വരെ പഠിച്ചു, ചായ കുടിക്കാൻ പോയി, അരമണിക്കൂർ പോയി, 12:30 തിരിച്ചു വന്നു, 2 മണി വരെ പഠിച്ചു, 2:30 വരെ പഠിച്ചു, 2:30 ഫുഡ് കഴിക്കാൻ പോയി. അപ്പൊ അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഫ്രണ്ട് വിളിച്ചത്, ഫ്രണ്ടുമായിട്ട് കത്തി വെച്ചു, 1.5 മണിക്കൂർ പോയി. സോ ബേസിക്കലി ഇങ്ങനെ എഴുതുമ്പോൾ വെച്ചാൽ ഒരു റിട്ടൺ എവിഡൻസ് ഉണ്ട് നിങ്ങൾ എവിടേക്കാണ് സമയം പോകുന്നത്, എവിടേക്കാണ് നിങ്ങൾക്ക് സമയം നഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അത് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യണം, ഷുഡ് ബി ഹാവിങ്. അപ്പൊ അവിടെ നമുക്ക് ടൈം വേസ്റ്റ് ആവാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് വേസ്റ്റ് ആവുന്ന ടൈമിനെ ഒഴിവാക്കാൻ പറ്റും. സോ അങ്ങനെ സ്ലീപ്പിനെ ഒരു പരിധിക്ക് അപ്പുറം നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് മോക്ക് ടെസ്റ്റ് ആർ മോക്സ്. മോക്ക് ടെസ്റ്റിൽ മാർക്ക് വല്ലാതെ കുറയുന്നു അല്ലെങ്കിൽ ഭയങ്കര ലോ ആണ്, അതുകൊണ്ട് ആക്ച്വലി ഞാൻ വേറെ രീതിയിലേക്ക് സ്വിച്ച് ചെയ്യണം, അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മോക്ക് ടെസ്റ്റിന് എല്ലാ മോക്ക് ടെസ്റ്റിനും കൺസിസ്റ്റന്റ് ആയി മാർക്ക് വാങ്ങിക്കാൻ ഇച്ചിരി പാടാണ്. പൊതുവേ നിങ്ങൾ നോക്കി മനസ്സിലാവും, ചില സബ്ജക്റ്റിലെ മോക്ക് ടെസ്റ്റുകൾക്ക് മാർക്ക് ചിലപ്പോൾ കുറവായിരിക്കും. ഇപ്പൊ ആൻഷ്യന്റ് മെഡീവൽ ഇന്ത്യ മോക്ക് ടെസ്റ്റിന് ഇത്തിരി മാർക്ക് കുറയുന്ന സബ്ജക്റ്റാണ്. സയൻസ് ആൻഡ് ടെക്നോളജി മോക്ക് ടെസ്റ്റ് മാർക്ക് ഇത്തിരി കുറയുന്ന സബ്ജക്റ്റാണ്. കാരണം അതെന്താ, അത് ബേസിക്കലി ഫാക്ച്വൽ കണ്ടന്റ് ആണ്. UPSC സംബന്ധിച്ചോളം മോക്ക് ടെസ്റ്റിന് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ഒരാളുടെ മൈൻഡ് സെറ്റ് അല്ല UPSC ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ യൂസ് ടു ക്രിയേറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പൊ എനിക്ക് കുറെ ചലഞ്ചസ് ഉണ്ട്. കാരണം ഞാൻ മുൻപിട്ട ക്വസ്റ്റ്യൻസുമായിട്ട് പോലെ ആവരുത്, ചിലപ്പോൾ അതേ സ്ഥലത്തിന് മുൻ വർഷം കൊടുത്ത ക്വസ്റ്റ്യൻ അത് ബന്ധം വരരുത്, കുട്ടികൾക്ക് വായിക്കുമ്പോൾ പുതിയ കണ്ടന്റ് കിട്ടുന്ന പോലെ തോന്നണം. UPSCക്ക് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. UPSCയിൽ ഒരുപാട് പേര് കൂടി ചേർന്നപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കേട്ടുള്ളത് എങ്ങനെയാണ്, ഇപ്പൊ ഞാൻ എന്നോട് 20 ചോദ്യം ഇടാൻ പറഞ്ഞാൽ 20 ചോദ്യം ഇട്ട് കൊടുക്കും. എന്റെ 20 ചോദ്യങ്ങളും വരില്ല, അതിൽ സെലക്ട് ചെയ്യുന്ന ഒരു 3-4 പേരുള്ളൂ. സോ ബേസിക്കലി UPSC ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോക്ക് ടെസ്റ്റിനെ പോലെ ആയിരിക്കില്ല. സോ ഇഫ് യു ഹാവ് ഡൺ എ ഡീസന്റ് അമൗണ്ട് ഓഫ് പ്രിപ്പറേഷൻ, മോക്ക് ടെസ്റ്റിന്റെ ആവറേജിനേക്കാൾ കൂടുതലായിരിക്കും നിങ്ങളുടെ UPSC പ്രിലിംസിന്റെ മാർക്ക്. അപ്പൊ ആ ഒരു കാര്യം കൂടി മനസ്സിലൊന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് ബേസിക് മനസ്സിലാക്കിയ ഒരു ഷെഡ്യൂൾ സെറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രിലിംസ് നമുക്ക് കിട്ടും. ഇതാണ് ഒരു 100 days സ്ട്രാറ്റജിയിൽ മൊത്തത്തിൽ പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ പ്ലീസ്. എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ സജഷൻസോ ഒപ്പീനിയൻസോ പറയാം. ചാറ്റ് ബോക്സിൽ ആരൊക്കെ ചോദിച്ചതല്ലോ എൻ്റെ സ്പെക്ട്രം വായിക്കണോ? എൻ്റെ സ്പെക്ട്രം വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വായിക്കേണ്ടത് അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് തൊട്ട് 1947 വരെയുള്ള ആ ഒരു ഭാഗം വായിക്കുക. അത് നല്ല കംപ്ലീറ്റ്ലി വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ സോഷ്യൽ റിലീസ് മൂവ്മെന്റ്സിന്റെ ഭാഗമൊക്കെ വായിക്കണം. ഓക്കെ, അങ്ങനെ എല്ലാ ഭാഗവും വായിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ട്. വായിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. വായിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്റ്റീവായിട്ട് നമുക്ക് വായിക്കുവാൻ പറ്റും. ഓക്കെ, ലൈക്ക് നമ്മുടെ ഷെഡ്യൂൾ വരുമ്പോൾ ഷെഡ്യൂൾ പറയുന്ന ടോപ്പിക്സ് ഒന്ന് സെലക്ട് ചെയ്ത് വായിച്ചാൽ മതി. ഈ സെഷൻ റെക്കോർഡിംഗ് കിട്ടും. ഫസ്റ്റ് റിവിഷൻ ഫുൾ വായിക്കാൻ നോക്കണോ? ഫസ്റ്റ് റിവിഷൻ ഫുള്ള് ഏതായിരുന്നു ശ്രേയ? ഓക്കെ, ശ്രേയ പോയി നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ? ലൈക്ക് ഡൗട്ട്സോ എന്തെങ്കിലും പറയാനുണ്ടോ? ചോദിച്ചോളൂ. ഒരു ഡൗട്ട് ഇല്ലാത്ത കുട്ടികളാണോ? സർ, ഇതെന്താണ് ആക്ച്വലി ഫസ്റ്റ് ഡേ പ്രോഗ്രാമിന് മാർക്ക് ചെയ്തിട്ടുള്ളത്? കേട്ടില്ല, എന്തായിരുന്നു ഈ പ്രോഗ്രാം ഇല്ലേ 100 days, ഇതിന്റെ ഫസ്റ്റ് ഡേ എന്നാണ്? ഫസ്റ്റ് ഡേ ആക്ച്വലി നമുക്ക് മൺഡേ സ്റ്റാർട്ട് ചെയ്യണം. മൺഡേ സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്ക് 100 days കൃത്യം കിട്ടുള്ളൂ. ഓക്കെ, 9th തുടങ്ങണം. റോങ് ബുക്കിൽ ഈച്ച് ക്വസ്റ്റ്യൻ എഴുതണോ? ഒരു സെക്കൻഡ്. റോങ് ബുക്കിൽ ഈച്ച് ക്വസ്റ്റ്യൻ എഴുതണോ അതോ ഓരോ മോക്കിന്റെയും ബ്രീഫായി നോട്ട് ചെയ്താൽ മതിയോ? നമുക്ക് ബേസിക്കലി നമുക്കൊരു മോക്കിനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ റിപ്പീറ്റഡ്ലി വരുത്തുന്ന മിസ്റ്റേക്സ് എന്താണെന്നുള്ളത്. അപ്പൊ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കാം. അതൊക്കെ നോട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ആ ടെസ്റ്റിനെ പറ്റി നിങ്ങളൊരു ലൈക്ക് ഓവർവ്യൂ ഉണ്ടല്ലോ, ഞാൻ കാണിച്ച മണ്ടത്തരങ്ങൾ, ഞാൻ കാണിച്ച അതിബുദ്ധിപരമായ നീക്കങ്ങൾ, ഞാൻ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ അപ്പോഴല്ലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫുൾ ടെസ്റ്റ് എടുക്കുമ്പോൾ എത്ര ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം? ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ആ ടെസ്റ്റിന്റെ സ്ട്രാറ്റജി ലൈക്ക് നമ്മൾ എക്സാം എഴുതേണ്ട സ്ട്രാറ്റജി നമ്മൾ മോക്ക് ടെസ്റ്റിൽ കൂടി ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളത്. അപ്പൊ എത്ര അറ്റംപ്റ്റ് കൊടുക്കണം എന്നാണ് ചോദിക്കുന്നത്.
ഇപ്പൊ നിങ്ങൾ ഇഫ് യു ആർ ഡൺ എ ഗുഡ് പ്രിപ്പറേഷൻ, ഓക്കെ, എക്സൽ എന്ന് പറഞ്ഞാൽ ഗുഡ് പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ UPSC എഴുതുന്ന സമയത്ത് നമുക്കൊരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, അതായത് 100% ഷുവർ ദിസ് ഇസ് ദി ആൻസർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ 15 ± 5 എന്ന രീതിയിലായിരിക്കും. 15 ± 5 എന്ന രീതിയിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ മേ ബി നമുക്ക് 15 ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് വയ്ക്കുക. ദാറ്റ് മീൻസ് 30 മാർക്സ്. UPSC കട്ട് ഓഫ് വരുന്നത് 100 മാർക്സ് എബോവ് ആകുമ്പോഴാണ് നമ്മൾ സേഫർ സൈഡ് എന്ന് പറയാം. അപ്പൊ ബാക്കി ഒരു 70 മാർക്കിന്റെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ 70 മാർക്കിൽ നമ്മൾ പലയിടത്തും നമ്മൾ അതാണ് എലിമിനേഷനും ലോജിക്കൽ തിങ്കിങ്ങും വെച്ചിട്ട് കുറച്ചൊക്കെ ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് ഗസ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ഈ കാൽക്കുലേറ്റഡ് ഗസ് എടുക്കുമ്പോൾ എല്ലാം ശരിയാവാൻ സാധ്യതയില്ല, തെറ്റിപ്പോവും. അപ്പൊ തെറ്റിക്കഴിഞ്ഞിട്ടും നമുക്ക് എത്ര വേണം? 100 മാർക്ക് കിട്ടും. സോ ഐ യൂഷ്വലി പ്രിഫർ ടു ഗോ ഫോർ 90 attempts. 90 അറ്റംപ്റ്റ് ആണ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത്. 90 അറ്റംപ്റ്റ് കൊടുക്കുമ്പോൾ ഐ എയിം ഫോർ 60:30. 60:30 ആണ് ഞാൻ എയിം ചെയ്യുന്ന റേഷ്യോ. 60:30 എന്ന് പറഞ്ഞാൽ 2:1. 2:1 എന്ന് പറഞ്ഞാൽ 3 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 2 എണ്ണം ഞാൻ ശരിയാക്കണം, 1 എണ്ണം തെറ്റാം. 1 എണ്ണം തെറ്റിക്കാമെന്നല്ല, 1 എണ്ണം തെറ്റാം, 2 എണ്ണം ശരിയാക്കണം. ആ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. 60:30 ആണെങ്കിൽ 60 ചോദ്യം ശരിയായെങ്കിൽ 120 മാർക്ക് കിട്ടും. 30 ചോദ്യം കിട്ടുമ്പോൾ 20 മാർക്ക് പോകും, 100 മാർക്ക്. അവിടെ നിന്ന് പരീക്ഷ തുടങ്ങാനാണ് ശ്രമിക്കുക. എന്നിട്ട് 61, 29 ആയി കഴിഞ്ഞാൽ അത് 102 സംതിങ് ആവും. ലൈക്ക് സോ ഐ ഗോ ഫോർ 90 ക്വസ്റ്റ്യൻസ്. 90 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. അതാണ് ഒരു ഐഡിയൽ റേഞ്ച് ആയിട്ട് നമ്മൾ പറയാം. നമുക്ക് ഹൈലി ഫാക്ച്വലായി ചോദ്യം ഉത്തരം അറിഞ്ഞാൽ മാത്രം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ അതാണ് നമ്മൾ വിടുക മെയിൻലി. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡെയിലി ക്ലാസ് ഉണ്ടോ? നമ്മുടെ പ്രിലിം സ്റ്റാർ സെഷനിലാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമുക്ക് ക്ലാസ്സസ് വരും. കാരണം നമുക്ക് RRR സെഷൻസ് വരുന്നുണ്ട്, വാല്യൂഷൻ സെഷൻസ് വരുന്നുണ്ട്, കറണ്ട് അഫയർ സെഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും അവിടെ ക്ലാസ്സസ് വരും. ഓക്കെ, അപ്പൊ പ്രിലിം സ്റ്റാർ ആക്ച്വലി നമുക്ക് മൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുക, February 9th ആണ് സ്റ്റാർട്ട് ചെയ്യുക. സോ ലൈക്ക് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ജോയിൻ, യു ക്യാൻ കോൺടാക്ട് ദി ഓഫീസ്. ഓഫീസിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ലൈക്ക് ദേ വിൽ ഗൈഡ് യു. ഓക്കെ, സോ 100 days കംപ്ലീറ്റ് ഷെഡ്യൂൾ വെച്ചിട്ട് നമ്മൾ ഫുള്ളി പാക്ഡ് ആയിട്ട് നമ്മൾ പഠിച്ച് തീർക്കാവുന്ന പോലെയാണ് നമ്മൾ വരുന്നത്. ടൈമിംഗ് 7 o'clock തന്നെ. 7 o'clock സെഷൻസ് ഉണ്ട്, 2 to 4 PM വരുന്ന രീതിയിൽ ഉണ്ടാവും. 2 രീതിയിലെ സെഷൻസ് ഉണ്ടാവുക. ഓക്കെ സർ, ടെസ്റ്റ് സീരീസ് ഇല്ലേ? ടെസ്റ്റ് സീരീസും ഇതും രണ്ടും രണ്ട് ഡിഫറെന്റ് പ്രോഗ്രാം. രണ്ട് പ്രോഗ്രാമാണ്. ടെസ്റ്റ് സീരീസ് ആക്ച്വലി നമ്മൾ ടെസ്റ്റ് ആയിട്ട് തന്നെയല്ലേ പോകുന്നത്. ഇതൊരു 100 days കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടല്ലേ പോകുന്നത്. ഓക്കെ, ശരി. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ വിൽ വൈൻഡ് അപ്പ്. സോ നമുക്ക് പ്രിലിം സ്റ്റാറിലെ സെഷൻസിൽ വെച്ചിട്ട് കാണാം. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ? Okay then. Thank you everyone. Bye bye. Good night.